Morning. Good morning, sir. Yes. Morning. സ്പീഡിലായിക്കോട്ടെ കാര്യങ്ങള്. ശരി, കിട്ടിയും കൊടുത്തല്ലോ മക്കളെ. ഇന്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻസ് ആണ്. ഇന്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻസ് ഫോർമുല ആണ് കേട്ടോ. 6 ഫോർമുല എടുത്തിരിക്കണം. കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ പ്രോബ്ലത്തിൽ പറയാൻ ബാക്കി എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാലും മനസ്സിലാവില്ല കേട്ടോ. വെറുതെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നാലും മനസ്സിലാവില്ല. അതുകൊണ്ട് ഫോർമുല എഴുതി നമ്മൾ ഡയറക്റ്റ് എക്സസൈസിലേക്ക് കിടക്കുകയാണ്. ആ എക്സസൈസിൽ വെച്ച് ഓരോ പ്രോബ്ലം വെച്ച് നമുക്ക് പറഞ്ഞു ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. എന്നാലും പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വെറുതെ തിയറി ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ശരി, അപ്പൊ ഫോർമുലാസ് കറക്റ്റ് ആയിട്ട് എഴുതിക്കൊള്ളുക കേട്ടോ. ഫസ്റ്റ് ഫോർമുല ഇന്റഗ്രൽ ഓഫ് dx by x square minus a square. Integral of dx by x square minus a square equal to എഴുതി പോരെ കേട്ടോ, എഴുതിക്കൊള്ളുക. ഇന്റഗ്രൽ ഓഫ് dx by x square minus a square equal to ആൻസർ ഇതാണ് 1/2a. 1/2a log mod x minus a by x plus a plus c. എഴുതലും പഠിക്കലും എല്ലാം ഒപ്പം ചെയ്ത് പോരെ കേട്ടോ. ഇന്റഗ്രൽ ഓഫ് 1/x square minus a square, x square minus a square, 1/2a log താഴെ x square minus a square ഫാക്ടറൈസ് ചെയ്താൽ x minus a യും x plus a യും വരും. x minus a by x plus a plus c എന്ന് കിട്ടും. അടുത്തത് രണ്ടാമത്തെ ഫോർമുല integral of dx by a square minus x square dx. x square minus a square താഴെ a square minus x square ആട്ടോ. കോൺസ്റ്റന്റ് ടൈം ആദ്യം വരുന്നത്. a കോൺസ്റ്റന്റ് ആട്ടോ. a കോൺസ്റ്റന്റും x വേരിയബിളും. a square minus x square equal to 1/2a log. ഇവിടെ ഫാക്ടേഴ്സ് a മൈനസ് എക്സും a പ്ലസ് എക്സും. ആ മൈനസ് താഴെയാണ് കേട്ടോ. a മൈനസ് എക്സ് മുകളിലാണ് a പ്ലസ് എക്സ്. അതാണ് വരുന്ന മെയിൻ വ്യത്യാസം. 1/2a log a പ്ലസ് എക്സ് ബൈ a മൈനസ് എക്സ്. രണ്ടും ഒരേ സ്റ്റൈലിലാണ്. ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അടുത്തിനകത്ത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. കോൺസ്റ്റന്റ് ആദ്യം വരുവാണെങ്കിൽ a പ്ലസ് എക്സ് ബൈ a മൈനസ് എക്സ്. അടുത്ത അങ്ങോട്ട് എഴുതിയിട്ട് ഒന്നുകൂടെ നോക്കാം. മൂന്നാമത്തത് ഇന്റഗ്രൽ dx by x square plus a square. സോറി, ഇവിടെ 2 dx ഇല്ലാട്ടോ മക്കളെ, ഞാൻ എഴുതി മാറിപ്പോയിട്ടോ. നിങ്ങൾ എങ്ങനെ എഴുതി വെച്ചായിരുന്നോ? 2 dx ഇല്ലാട്ടോ മുകളിലത്തേനകത്ത്. അങ്ങനെ എഴുതി വെച്ചോ? ഒരു dx ഉള്ളൂ കേട്ടോ, ഒരു dx ഉള്ളൂ. ശരി, എനിക്ക് മാറിപ്പോയതാ. ഇന്റഗ്രൽ ഓഫ് dx by x square plus a square equal to 1/a tan inverse x by a. 1/a tan inverse x by a plus c. 1/a tan inverse x by a. 1/a tan inverse x by a. 1/a tan inverse x by a plus c. 3 ഫോർമുല കേട്ടോ. ഇനി ആ ഡിനോമിനേറ്ററിനകത്ത് റൂട്ട് വരുന്ന 3 ഫോർമുല എവിടെയാണുള്ളത്? സെയിം ഫോർമുലാസ്, സെയിം സ്റ്റൈൽ തന്നെയാണ്. ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്ററിന് റൂട്ടോടെയും വരും അടുത്ത 3 ഫോർമുല. ആദ്യം ഇത് 3 ഒന്നുകൂടെ നോക്കി. ഇപ്പൊ തന്നെ കാണാപ്പാടം പഠിച്ചും പോരെ കേട്ടോ. ഇപ്പോൾ തന്നെ കാണാപ്പാടം പഠിച്ചും പോകുന്നുള്ളൂ. ആദ്യത്തെ നോക്കി 1/, എല്ലാം 1/, ആണ് കേട്ടോ. 1/, x square minus a square. 1/x square minus a square. കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. നമുക്ക് ചെയ്തു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം, കമ്പയർ ചെയ്ത് പഠിക്കണം. മനസ്സിലാക്കി കമ്പയർ ചെയ്ത് പഠിക്കണം.
ഇന്റഗ്രൽ 1 ബൈ കണ്ടോ, എല്ലാത്തിന്റെയും ന്യൂമറേറ്റർ 1 ആണ് കേട്ടോ, ന്യൂമറേറ്റർ 1 ആണ്, 1 dx ഉള്ളൂ, എല്ലാത്തിലും ന്യൂമറേറ്റർ 1 ആണ്. 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇവിടെ നടുക്ക് മൈനസ് വന്നപ്പോൾ ഇവിടെ നോക്കി, ആദ്യത്തെ നടുക്ക് മൈനസ് ആണ്, രണ്ടാമത്തെ നടുക്ക് മൈനസ് ആണ്. ഈ നടുക്ക് മൈനസ് വന്ന് രണ്ടും ഒരേ സ്റ്റൈലാണ്, 1 ബൈ 2a ലോഗ്. മൂന്നാമത്തേന് മാത്രമാണ് നടുക്ക് പ്ലസ് അല്ലെ. ആദ്യത്തേന് രണ്ടിനും മൈനസ് ആണ്, ആദ്യത്തേന് രണ്ടിനും മൈനസ് ആണ്. 1 ബൈ 2a ലോഗ്. ദെൻ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആകുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിന്റെ ഫാക്ടേഴ്സ് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് എ. എക്സ് മൈനസ് എ മുകളില്, താഴെ എക്സ് പ്ലസ് എ. താഴെ ഇതുപോലെ തന്നെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആകുമ്പോൾ എ മൈനസ് എക്സ് ഇൻറ്റു എ പ്ലസ് എക്സ്. ഇവിടെ പോസിറ്റീവ് ആണ് മുകളിൽ വരുന്നത് കേട്ടോ. ആദ്യത്തേല് നെഗറ്റീവ് ആയിരുന്നു, നെഗറ്റീവ് മീൻസ് നടുക്ക് മൈനസ് വരുന്നതാണ് മുകളിൽ വന്നത്. രണ്ടാമത്തേനകത്ത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിനകത്ത് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് ആണ്. അടുത്തത് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറും എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറും ഒന്നാണ് കേട്ടോ, അത് തിരിച്ചറിയേണ്ട ആവശ്യമില്ല. മറ്റേത് രണ്ട് വ്യത്യാസമില്ലേ, എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാലും എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാലും വാല്യൂവിന് വ്യത്യാസം ഉണ്ടാവും. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാലും എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരെണ്ണമായിട്ട് വരുന്നത്. 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ് ഇതിന്റെ ആൻസർ. 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. പഠിച്ചോ? മൂന്നും പഠിച്ചോന്ന് കേട്ടോ, ഇപ്പൊ തന്നെ പഠിച്ചോ. അടുത്ത മൂന്നെണ്ണോട് എഴുതിയിട്ട് ചോദിക്കാം. അടുത്ത മൂന്നെണ്ണോട് എഴുതിയിട്ട് നമുക്ക് നോക്കാം പഠിച്ചോ ഇല്ലയോ എന്ന്. ഇപ്പൊ തന്നെ പഠിച്ചു നോക്കട്ടോ, അടുത്ത എഴുതി കഴിയുമ്പോൾ ചോദിക്കും. നാലാമത്തേത്, ഇനി ഇതെല്ലാം റൂട്ട് വരും കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഡിനോമിനേറ്ററിൽ റൂട്ടോടെ ഉണ്ടാവും എന്നുള്ളതാണ്. നാലാമത്തത് ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി. ഇതാണ് ആൻസർ. ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എസ് എക്സ് സ്ക്വയർ ഓക്കെ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലേ, മൈനസ് വന്നപ്പോ മൈനസ് തന്നെ. ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ്. ശരിയാണ്. അഞ്ചാമത്തേത് ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. രണ്ടും ഒരുപോലെയാണ് കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറും എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറും രണ്ടും ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അടുത്ത റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അവസാനത്തേത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന്റെയാണ്. ആറാമത്തത് ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഈ 6 ഫോർമുല കേട്ടോ, ഈ 6 ഫോർമുല അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് നമുക്ക് പഠിക്കേണ്ടത് കേട്ടോ. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വെറുതെ പറയുന്നില്ല കേട്ടോ, വെറുതെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, നിങ്ങൾക്കും മനസ്സിലാവില്ല, പറഞ്ഞ എനിക്കും ഞാനും എടുത്തു. അതിൽ മെച്ചം നമുക്ക് ഓരോരോ പ്രോബ്ലം വരുമ്പോൾ അത് എങ്ങനെ ചെയ്യാന്ന് നോക്കുക എന്നുള്ളതാണ് നമുക്ക് നടക്കുന്ന മാർഗം. നോക്കിയേ മക്കളെ, 6 ഫോർമുല നോക്കി. ആദ്യത്തെ 3 എണ്ണത്തിനകത്ത് ഡിനോമിനേറ്ററിനകത്ത് റൂട്ടില്ല. പിന്നത്തെ 3 എണ്ണത്തിനകത്ത് ഡിനോമിനേറ്ററിൽ റൂട്ട് ഉണ്ട് കേട്ടോ. അത് ഒരേ സ്റ്റൈലുള്ളൂ. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, അതാണ് ഡിനോമിനേറ്റർ. അടുത്തിനകത്ത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരും, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വരും, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരും. സെയിം ആണ് കേട്ടോ, സെയിം ആണ്. 3 എണ്ണത്തിനകത്ത് റൂട്ട് ഉണ്ട്, 3 എണ്ണത്തിനകത്ത് റൂട്ട് ഇല്ല. ഒന്നുകൂടെ നോക്കി. ആദ്യത്തേത് റൂട്ട് ഓഫ് ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. നോക്കി വരിക കേട്ടോ, നോക്കണം, ശരിക്കും മനസ്സിലാക്കി നോക്കണം. വ്യത്യാസങ്ങൾ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ, കമ്പയർ ചെയ്ത് പഠിക്കണം. മാറിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാണ് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ കാണുമ്പോൾ ഇതാണോ അതാണോ എന്നൊക്കെ സംശയം തോന്നരുത്. ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ആദ്യത്തേത് ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. റൂട്ടില്ലെങ്കിൽ 1/2a ലോഗ് ആണ് കേട്ടോ. റൂട്ടുള്ളത് വെറും ലോഗ്.
റൂട്ടുള്ളത് വെറും ലോഗ്, റൂട്ടില്ലാത്തത് 1/2a log ആണ്. 1/2a log x മൈനസ് a ബൈ എക്സ് പ്ലസ് എ. അടുത്തത് 1/a² മൈനസ് x സ്ക്വയർ ആണ്. അത് 1/2a log a പ്ലസ് എക്സ് ബൈ a മൈനസ് എക്സ്. അടുത്ത പ്ലസ് വരുന്നത് 1/x² പ്ലസ് a സ്ക്വയർ 1/a tan ഇൻവേഴ്സ് x ബൈ a. 1/a tan ഇൻവേഴ്സ് x ബൈ a. അടുത്തത് 1/√(x² മൈനസ് a സ്ക്വയർ ലോഗ് മോഡ് x പ്ലസ്, ആ ക്വസ്റ്റ്യൻ തന്നെ, ലോഗ് മോഡ് x പ്ലസ് √(x² മൈനസ് a സ്ക്വയർ പ്ലസ് c. അടുത്തത് 1/√(x² പ്ലസ് a സ്ക്വയർ ലോഗ് മോഡ് x പ്ലസ് √(x² പ്ലസ് a സ്ക്വയർ പ്ലസ് c. അടുത്തത് 1/√(a² മൈനസ് x സ്ക്വയർ, a² മൈനസ് x സ്ക്വയർ സൈൻ ഇൻവേഴ്സ് x ബൈ a, സൈൻ ഇൻവേഴ്സ് x ബൈ a. 6 ഫോർമുല പഠിച്ചോ? ഇപ്പൊ ചോദിച്ചാ പറയാൻ പറ്റുമോ? ഫാത്തിമ ഇസ്മായിലെ നോക്കാം. ശരി, കൊണ്ട് പറഞ്ഞേ. 1/√(x² മൈനസ് a സ്ക്വയർ 1/√(x² മൈനസ് a സ്ക്വയർ 1/2a log x. തെറ്റിച്ചു. താഴെ റൂട്ട് പറഞ്ഞാൽ പിന്നെ 1/2a ഇല്ല കേട്ടോ. റൂട്ട് ഇല്ലാത്തതിനാണ് 1/2a. 1/√(x² മൈനസ് a സ്ക്വയർ 1/a mod x പ്ലസ് മൊത്തം പോയി. എന്തായിരിക്കും സ്വാലിഹ? 1/x² പ്ലസ് a സ്ക്വയർ 1/x² പ്ലസ് a സ്ക്വയർ 1/2a 1/x² പ്ലസ് a സ്ക്വയർ 1/2a log x plus a by x minus a plus c. അല്ല 1/√(a² മൈനസ് x സ്ക്വയർ 1/√(a² മൈനസ് x സ്ക്വയർ. അഫിമോളെ 1/√(a² മൈനസ് x സ്ക്വയർ log mod x plus root of അല്ല. ശരി, ഇപ്പൊ ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് മറിച്ച് നോക്കി ചെയ്യാം കേട്ടോ. മറിച്ച് നോക്കി മനസ്സിലാക്കി ചെയ്തോളണം. ആരുടെ അടുത്ത് ശരി ഉത്തരം കിട്ടിയില്ല. ഒന്നുകൂടെ നോക്കി, നിങ്ങള് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. അതിലേക്ക് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കുക. ആദ്യത്തെ 3 എണ്ണത്തിനകത്ത് ഡിനോമിനേറ്ററിൽ റൂട്ടില്ല. ഓക്കെ, ആദ്യത്തെ 3 എണ്ണത്തിന്റെ ഡിനോമിനേറ്ററിൽ റൂട്ടില്ല. 1/x² മൈനസ് a സ്ക്വയർ, അത് 1/2. ആ പ്ലസ് വരുന്നത് മാത്രമാണ് ടാൻ വരുന്നത് കേട്ടോ. പ്ലസ് വരുന്നത് മാത്രമാണ് ടാൻ വരുന്നത്. നടുക്ക് ഡിനോമിനേറ്ററിന്റെ നടുക്ക് മൈനസ് ആയിരുന്നെങ്കിൽ ലോഗ് ആണ്. 1/2a log ആണ് അത് രണ്ടും. 1/2a log x² മൈനസ് a സ്ക്വയർ ആണെങ്കിൽ x മൈനസ് a ബൈ എക്സ് പ്ലസ് a. ഇനി താഴെ a² മൈനസ് x സ്ക്വയർ ആണെങ്കിൽ a പ്ലസ് എക്സ് ബൈ a മൈനസ് എക്സ് ആണ്. 1/2a log a പ്ലസ് എക്സ് ബൈ a മൈനസ് എക്സ്. ഇനി നടുക്ക് പ്ലസ് ആണെങ്കിൽ 1/x² പ്ലസ് a സ്ക്വയർ ആണെങ്കിൽ 1/a ടാൻ ഇൻവേഴ്സ് x ബൈ a. കിട്ടിയോ? 1/x² മൈനസ് a സ്ക്വയർ 1/2a log മോഡ് x മൈനസ് a ബൈ എക്സ് പ്ലസ് a. 1/a² മൈനസ് x സ്ക്വയർ ആണെങ്കിൽ 1/2a log a മൈനസ് എക്സ് ബൈ a പ്ലസ് എക്സ്. സോറി മാറിപ്പോയി, എനിക്ക് തിരിഞ്ഞു. a പ്ലസ് എക്സ് ബൈ a മൈനസ് എക്സ്, a പ്ലസ് എക്സ് ബൈ a മൈനസ് എക്സ്. മൂന്നാമത്തത് ടാൻ കേട്ടോ. 1/x² പ്ലസ് a സ്ക്വയർ 1/x² പ്ലസ് a സ്ക്വയർ. നടുക്ക് പ്ലസ് ആണെങ്കിൽ ടാൻ ആണ്. ടാൻ ഇൻവേഴ്സ് 1/a ടാൻ ഇൻവേഴ്സ് x ബൈ a എന്ന് വരും. ഇനി അടുത്ത 3 എണ്ണം റൂട്ട് വരുന്നു കേട്ടോ. റൂട്ട് വരുന്നതിനകത്ത് 1/2a log ഇല്ല, വെറും ലോഗേ ഉള്ളൂ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇല്ല, ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ. 1/√(x² മൈനസ് a സ്ക്വയർ ലോഗ് മോഡ് x പ്ലസ് √(x² മൈനസ് a സ്ക്വയർ പ്ലസ് c. അടുത്തതോ 1/√(x² പ്ലസ് a സ്ക്വയർ, അതും ലോഗ് മോഡ് x പ്ലസ് √(x² പ്ലസ് a സ്ക്വയർ. അടുത്തതാണ് 1/√(a² മൈനസ് x സ്ക്വയർ, അത് സൈൻ ഇൻവേഴ്സ് x ബൈ a, സൈൻ ഇൻവേഴ്സ് x ബൈ a. ശരി, നമുക്ക് എക്സസൈസിലേക്ക് വരാം കേട്ടോ. എക്സസൈസിലേക്ക് വരാം. ഈ 6 ഫോർമുല കേട്ടോ. പുറോട്ട് മറച്ചു നോക്കി പറഞ്ഞോളുക. പഠിക്കണം കേട്ടോ. നമ്മൾ ഇന്നൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്.
വരുമ്പോൾ ഈ ഫോർമുലയ്ക്ക് അറിയാതിരിക്കണം. എക്സസൈസ് 7.4. Exercise 7.4. Integrate the functions in exercise 1 to 23. Another question. Integrate the functions in 1 to 23. 23 question integrate ചെയ്തോളെ. ഞാൻ ചെയ്യാം കേട്ടോ, ഞാൻ ചെയ്യാം, കണ്ടിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. Exercise 7.4. First question. Integral of 3x square by x raised to 6 plus 1 dx. Integral 3x square by x raised to 6 plus 1 dx. ഈ ക്വസ്റ്റിനെ ഞാൻ ഒന്ന് മാറ്റി എഴുതണം കേട്ടോ, എഴുതണ്ട, നിങ്ങൾ ചെയ്യണ്ട, വരട്ടെ. ഇങ്ങനെയായിരുന്നെങ്കിൽ പിള്ളേരെ ഇന്റഗ്രൽ ഓഫ് 3x സ്ക്വയർ ബൈ എക്സ് ക്യൂബ് പ്ലസ് 1 ആയിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഇതായിരുന്നു ക്വസ്റ്റിനെങ്കിൽ എങ്ങനെ ചെയ്യും? പറഞ്ഞോ, ഉത്തരം കിട്ടിയവര് പറഞ്ഞോ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതി. ഇതല്ലാട്ടോ നമുക്ക് ചെയ്യേണ്ടത്, ഇതല്ല ചെയ്യേണ്ടത്. ഇതായിരുന്നെങ്കിൽ എന്താണ് അതിന്റെ ആൻസർ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ലോഗ് മോഡ് എക്സ് ക്യൂബ് പ്ലസ് 1 പ്ലസ് സി. ലോഗ് മോഡ് എക്സ് ക്യൂബ് പ്ലസ് 1 അല്ലെ? താഴത്തെ ഡെറിവേറ്റീവ് അല്ലേ മുകളിൽ വന്നേക്കണത്? താഴത്തെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ലോഗ് മോഡ് എക്സ് ക്യൂബ് പ്ലസ് 1 നമുക്ക് ആൻസർ എഴുതാമായിരുന്നു. ഇവിടെ താഴത്തെ ഡെറിവേറ്റീവ് ഒന്നുമില്ല. കാരണം ക്വസ്റ്റിനകത്ത് പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ. നിങ്ങൾ ഇന്റഗ്രേഷൻ മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ കാണും. അത് ഏത് മെത്തേഡാന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ട് വരും. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണോ, സം പർട്ടിക്കുലർ ഫംഗ്ഷൻസ് അനുസരിച്ച് അതിന്റെ ഫോർമുലയിലേക്കാണോ പോകേണ്ടത്, അതേതാന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടി വരും. ഏത് സ്റ്റൈലിലാണ് കിടക്കുന്നത് എന്നുള്ളത് കണ്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ താഴത്തെ ഡെറിവേറ്റീവ് ഒന്നും അല്ല മുകളിൽ വന്നേക്കണം കേട്ടോ. താഴത്തെ ഡെറിവേറ്റീവ് അല്ല മുകളിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കില്ല കേട്ടോ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കില്ല. പകരം എന്ത് ചെയ്യും പറയാമോ? ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ്, നമുക്ക് ഡിസ്കസ് ചെയ്താൽ മതി, ധൃതി ഒന്നുമില്ല. ചെയ്ത് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ട് എഴുതാം. നിങ്ങൾ പറഞ്ഞോ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഇന്റഗ്രൽ ഓഫ് 3x സ്ക്വയർ dx by x raised to 6 plus 1 എങ്ങനെ എഴുതും? ആദ്യമായതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. വേറെ മാർഗമല്ല കേട്ടോ. ഇതൊന്നും പഠിപ്പിക്കാൻ വേറെ മാർഗങ്ങളില്ല, പ്രാക്ടീസിലൂടെ കിട്ടുകയുള്ളൂ. എന്താ മുദാസറെ, എന്താ നിന്റെ അഭിപ്രായം? പറഞ്ഞോ, അഭിപ്രായങ്ങൾ ആർക്കും പറയാം കേട്ടോ. ഡിനോമിനേറ്റർ എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതാൻ പാടില്ല. ഡിനോമിനേറ്ററിനെ അങ്ങനെയാക്കും. ഡിനോമിനേറ്ററിനെ 3x സ്ക്വയർ ബൈ ഈ എക്സ് റൈസ് ടു 6 എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ, എക്സ് റൈസ് ടു 6 ആലോ, പ്ലസ് 1 1 സ്ക്വയർ എന്ന് മാക്കാം. 1 സ്ക്വയർ എന്ന് മാക്കാം dx. 3x സ്ക്വയർ ബൈ എക്സ് റൈസ് ടു 6 എക്സ് ക്യൂബിന്റെ സ്ക്വയറിനാക്കി. എക്സ് ക്യൂബിന്റെ സ്ക്വയർ ബൈ എക്സ് ക്യൂബിന്റെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 1 സ്ക്വയർ dx ഇങ്ങനെയായിരിക്കും. എക്സ് റൈസ് ടു 6 നമ്മൾ എക്സ് ക്യൂബിന്റെ സ്ക്വയറിനാക്കി. ഇനി എന്ത് ചെയ്യും? എന്താ സ്വാലിഹ, ഇനി എന്ത് ചെയ്യും? ഈ എല്ലാ ഫോർമുലയായിട്ട് വല്ല ബന്ധമുണ്ട് ഇതിന്? ഫോർമുലയായിട്ട് ബന്ധമുണ്ട് കേട്ടോ. ഫോർമുലയായിട്ട് ബന്ധമുണ്ട്, നമുക്ക് ബന്ധപ്പെടുത്താം. ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൊടുത്തപ്പോ ബന്ധപ്പെട്ടോളൂ. ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൊടുക്കുമ്പോൾ ബന്ധപ്പെടുത്താൻ പറ്റും. ആ എക്സ് ക്യൂബിന് ടി എന്നും കൊടുക്കട്ടെ. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് അല്ലേ മുകളിൽ കിടക്കുന്ന dt ആവില്ലേ?
എക്സ് ക്യൂബിന് ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് 3x² അല്ലേ? ആ ഞങ്ങളേട്ടെ എക്സ് ക്യൂബിന് ടി ഈക്വൽ ടു എക്സ് ക്യൂബ്. കണ്ടോ, സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഇവിടെ കയറി വരും കേട്ടോ. വീണ്ടും ഫോർമുലയുടെ ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കയറി വരുന്നുണ്ട്. ടി ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ ഡി ടി ബൈ ഡി എക്സ് എന്ത് വരും? 3x² അല്ലേ? ഡി ടി ഈക്വൽ ടു 3x² dx അല്ലേ? അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 3x² dx dt dt ബൈ t² പ്ലസ് 1² എന്നായില്ലേ? ഇന്റഗ്രൽ ഓഫ് dt ബൈ t² പ്ലസ് 1² ആണോ? അപ്പൊ നമ്മുടെ ഫോർമുല ആയില്ലേ? ഏത് ഫോർമുല? ഫോർമുല മറിച്ച് നോക്കി ഉത്തരം പറഞ്ഞോളണം കേട്ടോ. ഫോർമുല മറിച്ച് നോക്കിക്കോളണം. ഏത് ഫോർമുല ഏതാ? ടിക്ക് പകരം എക്സ് ആണെന്നേ ഉള്ളൂ. ടിക്ക് പകരം എക്സിലാണ് നമ്മൾ ഫോർമുല എഴുതിയേക്കണത്. x² പ്ലസ് a², ഡിനോമിനേറ്റർ x². കേട്ടോ, നിങ്ങൾ രണ്ടായിട്ട് തിരിച്ചോളണം കേട്ടോ. എപ്പോഴും ഡിനോമിനേറ്റർ റൂട്ടുള്ള ഫോർമുല, റൂട്ടില്ലാത്ത ഫോർമുല, അതുപോലെ മാറിപ്പോകരുത് കേട്ടോ. റൂട്ടുള്ള ഫോർമുലകൾ 3 റൂട്ടില്ലാത്ത ഫോർമുല 3. ഇവിടെ റൂട്ടില്ലാത്തതാണ്, താഴെ പ്ലസ് ആണ്, താഴെ പ്ലസുമാണ്. കിടക്കുന്നത് നമ്മുടെ ഫോർമുല ഇന്റഗ്രൽ dx ബൈ x² പ്ലസ് a² എന്നുള്ള സ്റ്റൈലിലാണ്. ഇതിന്റെ ആൻസർ എന്താ? പറഞ്ഞു കേട്ടോ പിള്ളേരെ. എന്താ ആലിയ? 1/a tan ഇൻവേഴ്സ് x by a plus c. 1/a tan ഇൻവേഴ്സ് x by a plus c ആണ്. ശരി, കൊടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ a 1 ആണ് കേട്ടോ. a 1 ആണ്. എക്സിന് പകരം t ആണ്, എക്ക് പകരം 1 ആണ്. 1/1 1² ഈ രണ്ടാമത്തേത് അല്ലെ? 1/1 എക്ക് പകരം 1 ആണ്. 1/1 tan ഇൻവേഴ്സ് എക്സിന് പകരം t ആണ്, t/1 പ്ലസ് c എന്ന് വരും. 1/1 1, that is tan ഇൻവേഴ്സ് t പ്ലസ് c എന്നാകും. ഈക്വൽ ടു tan ഇൻവേഴ്സ് t എന്തായിരുന്നു നമ്മൾ കൊടുത്തത്? 3x². tan ഇൻവേഴ്സ് 3x² പ്ലസ് c എന്ന് ആൻസർ കിട്ടും. tan ഇൻവേഴ്സ് സോറി എക്സിന് പകരം അതല്ലായിരുന്നല്ലോ. ഓക്കെ, സോറി, ടിക്ക് പകരം x³ ആണ് കേട്ടോ. ടിക്ക് പകരം x³ അവിടെ മാറിപ്പോയി. ടിക്ക് പകരം ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത് x³ എന്നാണ്. അപ്പോൾ tan ഇൻവേഴ്സ് x³ പ്ലസ് c എന്ന് വരും. ബോർഡിൽ നോക്കാണ്ടൊന്ന് ചെയ്തു നോക്കി. ബോർഡിൽ നോക്കാതെ ഒന്ന് തന്നെ ചെയ്ത് നോക്കി. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താണ് നമ്മുടെ ഫോർമുലയിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. താഴെ x⁻⁶ ഉണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനോടെ പറ്റില്ല, ഈ ഫോർമുലയുടെ സഹായത്തിലേ പറ്റുള്ളൂ. താഴെ x⁻⁶ x³ എന്നാക്കി. x⁻⁶ x³ സ്ക്വയർ. x⁻⁶ പകരം x³ സ്ക്വയർ എന്നാക്കി. അതിനുശേഷം നമ്മൾ ആ x³ t എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അതിന്റെ ഡെറിവേറ്റീവ് ആണ് നേരെ മുകളിൽ വന്നേക്കുന്നത്. അപ്പൊ dt ബൈ t² പ്ലസ് എന്നായി. നമ്മൾ പഠിച്ചേക്കുന്ന ഫോർമുലയുടെ രൂപത്തിലായി. dt ബൈ x² പ്ലസ് a², 1/a tan ഇൻവേഴ്സ് x/a. ഇവിടെ ഇൻ ടേംസ് ഓഫ് t ആണ്. tan ഇൻവേഴ്സ് t പ്ലസ് c എന്നായി. തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കഴിഞ്ഞോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളും കേട്ടോ. കഴിഞ്ഞ എക്സസൈസ് കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ ട്രാക്കിൽ കയറിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇതും കുറച്ച് കഴിയുമ്പോൾ ട്രാക്കിലേക്ക് കയറിക്കോളും കേട്ടോ. ഡയറക്റ്റ് ആ ഫോർമുലയുടെ രൂപത്തിൽ അല്ലെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്ത് ആ ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റും. അതിനുശേഷം ഫോർമുല അപ്ലൈ ചെയ്യും. അടുത്ത ചെയ്യാം. Question number 2. Integral of 1/(x²)
റൂട്ട് ഓഫ് 1 പ്ലസ് 4x സ്ക്വയർ dx. താഴെ റൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 1 ബൈ റൂട്ട് ഓഫ് താഴെ ഒന്ന് പറഞ്ഞു തന്നെ പിള്ളേരെ. വേണമെങ്കിൽ ആ രണ്ടാമത്തെ ടൈം എക്സിന്റെ ടൈം വേണമെങ്കിൽ നമുക്ക് ആദ്യം എഴുതാം കേട്ടോ. നമ്മുടെ ഫോർമുല അങ്ങനെയായിരിക്കും കിടക്കണത് അല്ലെ, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം, ആക്കില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യാം ഡിനോമിനേറ്ററിനെ? എന്താ മുദാസിറെ? 2x whole square plus 1 square 2x the whole square plus 1 square. ശരി, 2x ന്റെ സ്ക്വയർ 4x സ്ക്വയർ 1 സ്ക്വയർ dx equal to log 2x plus root 1 plus 4x square plus c. ഈ ഫോർമുലയാണ് പറയണത് അല്ലെ. ശരി, നമുക്ക് നോക്കാം. ഫോർമുല എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഫോർമുല അല്ലാതെ എഴുതാം. നമുക്കിവിടെ ഫോർമുല അല്ലാണ്ട് എഴുതാം, പരിചിതമാവണവരെ. ഇന്റഗ്രൽ ഓഫ് നമ്മുടെ ഫോർമുല എന്തായിരുന്നു? dx ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതല്ലേ dx ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ശ്രദ്ധിച്ചിരിക്കട്ടെ മക്കളെ, കഴിഞ്ഞിട്ട് എഴുതാം. ഇന്റഗ്രൽ dx ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എന്തായിരുന്നു മുദാസിറിന്റെ ആൻസർ? ലോഗ് എക്സ് പ്ലസ് മോഡിന്റെ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. ശരി, ഇവിടെ പറഞ്ഞു. ഇവിടെ ലോഗ് എക്സിന്റെ സ്ഥാനത്ത് 2x, എക്സിന്റെ സ്ഥാനത്ത് 2x. ശരി, 2x പ്ലസ് പിന്നെ ഡിനോമിനേറ്റർ 2x. അടുത്തത് നമുക്ക് മാറ്റി എഴുതാം. 2x ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 പ്ലസ് സി പ്ലസ് സി സി സി. ഇനി എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ആ എക്സിന്റെ സ്ഥാനത്ത് ഡെറിവേറ്റീവ് എടുത്ത് ഡിവൈഡ് ചെയ്യണോ? വേണം. ഇവിടെ എക്സിന് വരും 2x എടുത്തേക്കണേ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല എക്സ് അല്ലേ? നമ്മൾ ഫോർമുല പഠിച്ചേക്കണേ എക്സ് അല്ലേ മക്കളെ? ആ എക്സിന് പകരം ഇവിടെ കിടക്കണേ എന്താ? 2x അല്ലേ? എക്സിന് പകരം 2x ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡെറിവേറ്റീവ് ഓഫ് 2x 2 അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ ഇങ്ങനെ വരണം, ഹാഫ്. ഇവിടെ 2 ഓടെയും വരും. ഹാഫ് ലോഗ് മോഡ് 2x പ്ലസ് റൂട്ട് ഓഫ് 2x സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. മനസ്സിലായോ? നിങ്ങൾ സംശയം ചോദിക്കണം കേട്ടോ, സംശയം ചോദിക്കണം. പല രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന സംശയങ്ങളൊക്കെ ചോദിച്ചോളുക. എന്ത് പൊട്ടത്തരം വേണമെങ്കിലും ആയിക്കോട്ടെ. ചിലപ്പോൾ ഞാൻ പറഞ്ഞായിരിക്കും പൊട്ടത്തരം, അങ്ങനെ തന്നെ വിചാരിച്ചോ. ഇനി ധൈര്യമായിട്ട് ചോദിച്ചോളുക കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾ ചോദിച്ചോളുക. എനിക്ക് അറിയാവുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ പറയാം, അറിയില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു തന്നോളാം. അപ്പൊ ധൈര്യമായിട്ട് ചോദിച്ചോളുക കേട്ടോ. എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സംശയം വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ ചോദിച്ചോളണം. വേറെ രീതിയിലും ചെയ്യാം കേട്ടോ, വേറെ രീതിയിലും ചെയ്യാം. ഞാൻ പറയാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി ചോദിച്ചതായാലും ഞാൻ പറയാം. ഇത് നിങ്ങൾ എഴുതി കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്ത് വെക്കുക, ആൻസറും കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ഡയറക്റ്റ് ഫോർമുല കൊടുത്തു. കാരണം ഇവിടെ എക്സിന് പകരം 2x ആണ് കിടക്കുന്നത്. എക്സിന് പകരം 2x ആയതുകൊണ്ട് ഫോർമുലയിലകത്ത് എക്സിന് പകരം 2x കൊടുത്തു. എക്സിന് പകരം 2x ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് ആയി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആൻസർ ഹാഫ് ലോഗ് മോഡ് 2x പ്ലസ് റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി എന്ന് വരും. ഹാഫ് ലോഗ് മോഡ് 2x പ്ലസ് 4x സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി. എത്തിയോ? ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യാം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ടിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം. അതെങ്ങനെയാ ഞാൻ കാണിച്ചു തരാം. എഴുതണമെന്നൊന്നും പറയില്ല കേട്ടോ, എഴുതണമെന്നൊന്നും പറയില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് സ്വീകരിച്ചോളുക. എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും എളുപ്പം ഇപ്പൊ എഴുതിയതാണ് കേട്ടോ. ഇപ്പൊ പറഞ്ഞതാണ് ഏറ്റവും എളുപ്പം. നമുക്ക് അവിടെ ഫോർമുലയ്ക്കകത്ത് എക്സിന് പകരം 2x ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സിന് പകരം 2x എന്ന് കൊടുത്ത് ആൻസർ എഴുതി. എക്സിന് പകരം 2x ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് ആയി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതാണ് ഏറ്റവും എളുപ്പം. നിങ്ങൾ ശീലിക്കുവാൻ ഏറ്റവും നല്ലതും ഇത് തന്നെയാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം.
ഇവിടെ ഡയറക്റ്റ് തന്നെ കൊടുത്ത മുകളിൽ 1 ആയതുകൊണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നെ കൊടുക്കാൻ എന്തുകൊണ്ടാ? അപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോയത് എന്തുകൊണ്ടാ? ആന്ന് പറഞ്ഞു തന്നെ. വ്യത്യാസങ്ങൾ മനസ്സിലാവണം. എന്താ മോളെ? ക്യൂബിന്റെ സ്ക്വയർ ആയിരുന്നു, അതുകൊണ്ട് എക്സ് ക്യൂബിന്റെ സ്ക്വയർ എടുക്കണമായിരുന്നു, അതുകൊണ്ട്. അല്ല, ഡയറക്റ്റ് ഡെറിവേറ്റീവ് ഇല്ലല്ലോ, ഡയറക്റ്റ് ഡെറിവേറ്റീവ് അതിനകത്തില്ലല്ലോ. എക്സ് ക്യൂബിന്റെ സ്ക്വയർ ആയതുകൊണ്ട് എക്സ് ക്യൂബിന്റെ സ്ക്വയർ ആകുമ്പോൾ എനിക്ക് അവിടെ ആൻസറിനകത്ത് എക്സ് ക്യൂബ് എന്ന് കൊടുത്താൽ പോരെ? ഇപ്പൊ 2x ക്യൂബിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഉള്ള ഡെറിവേറ്റീവ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. നമ്മുടെ കയ്യിൽ 3x സ്ക്വയർ ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ? ഡെറിവേറ്റീവ് മുകളിൽ 3x സ്ക്വയർ ഉണ്ടായിരുന്നോണ്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. മുകളിലത്തെ 3x സ്ക്വയറിനെ നമുക്ക് കൊണ്ടുപോണ്ടേ? അവിടെ മുകളിൽ 3x സ്ക്വയർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഡി ടിയിലേക്ക് 3x സ്ക്വയറോട് ഉൾപ്പെടുത്തി വിട്ടു. 3x സ്ക്വയർ dx dt പോയി അന്നേരം. ഇവിടെ മുകളിലൊന്നും ഇല്ല, ഇവിടെ മുകളിൽ 1 അല്ലേ ഉള്ളൂ. ഇവിടെ മുകളിൽ 1 മാത്രമേ ഉള്ളൂ കേട്ടോ, 1 മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ വേണമെങ്കിൽ 2x പകരം ഞാൻ കാണിച്ചു തരാം. ഇവിടെ 2x പകരം നമുക്ക് t എന്ന് കൊടുക്കാം. ഇത് എഴുതി കഴിഞ്ഞല്ലോ അല്ലേ എല്ലാവരും? ഞാനിത് കളയുവാണേ. 2x പകരം ഈ 2x പകരം t എന്ന് കൊടുത്താലോ? t ഈക്വൽ ടു 2x. dt ബൈ dx എന്ത് വരും? ഡെറിവേറ്റീവ് 2 വരും അല്ലെ? അപ്പോൾ dt ബൈ 2 ഈക്വൽ ടു dx. dt ബൈ 2 ഈക്വൽ ടു x. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് 1 ബൈ റൂട്ട് ഓഫ് 2x പകരം t, t സ്ക്വയർ പ്ലസ് 1. ഈ dx പകരം dt ബൈ 2, dt ബൈ 2. അതായത് ഹാഫ് ഇന്റഗ്രൽ dt ബൈ റൂട്ട് ഓഫ് t സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. നമ്മളെ ഡെറിവേറ്റീവ് ഓഫ് 2x 2 കൊണ്ട് ഡിവൈഡ് ചെയ്തില്ലേ? ഡെറിവേറ്റീവ് ഓഫ് 2x എന്നും പറഞ്ഞ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആ 2 യുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ അവിടെ അത് കിട്ടും 1 ബൈ 2. അങ്ങനെ 2 പുറത്ത് വരും. ഇനി നമുക്കിവിടെ ആൻസർ കൊടുത്താൽ മതി. 1 ബൈ 2 ഇൻറ്റു ഇന്റഗ്രൽ കൊടുക്കുമ്പോൾ ലോഗ് ഓഫ് മോഡ് ടി പ്ലസ് റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് 1 ടി സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി. ടിക്ക് തിരിച്ചു കൊടുക്കാം. ടി ഈക്വൽ ടു 2x ആണ്. ഹാഫ് ഇൻറ്റു ലോഗ് മോഡ് 2x പ്ലസ് റൂട്ട് ഓഫ് ടി സ്ക്വയർ 2x സ്ക്വയർ 4x സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി എന്ന ആൻസർ കിട്ടും. സെയിം അല്ലേ? ആദ്യം കിട്ടിയത് തന്നെയല്ലേ? അല്ലേ? നിങ്ങൾക്ക് എന്തൊരു അനക്കൂലാത്തേ? അതെ സാർ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു എന്നുള്ളൂ കേട്ടോ. ന്യൂമറേറ്റർ 1 ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാതെ നമുക്ക് ചെയ്യാം. ഇങ്ങനെയും ചെയ്യാം. ചിലപ്പോൾ സ്കൂളിൽ ചെയ്യണേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, വേറെ രീതിയിലായിരിക്കും സ്കൂളിൽ ചെയ്യാൻ പോണത്. മിക്കവാറും സ്കൂളിൽ ചെയ്യാൻ പോണത് ആ 4 ആദ്യം തന്നെ പുറത്തേക്ക് മാറ്റുമായിരിക്കും. 4 ആദ്യം തന്നെ പുറത്തേക്ക് മാറ്റിക്കളയും. അങ്ങനെയാണ് സാധാരണ സ്കൂളിൽ ചെയ്ത് കാണാറ്. 4 പുറത്തേക്ക് മാറ്റി കഴിഞ്ഞിട്ട് കഴിഞ്ഞോ? ഇത് കഴിഞ്ഞോ? ഒരു ആൻസർ തന്നെ കിട്ടും കേട്ടോ. ഈ 4 ആദ്യം തന്നെ താഴെ എഴുതാം, ഒന്നുകൂടെ എഴുതാം. 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് 4x സ്ക്വയർ. ഇന്റഗ്രൽ ഓഫ് 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് 4x സ്ക്വയർ അല്ലെങ്കിൽ 4x സ്ക്വയർ പ്ലസ് 1. നമ്മുടെ എല്ലാ ഫോർമുലയ്ക്കകത്തും എക്സ് സ്ക്വയർ എന്നല്ലേ ഉള്ളൂ. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 അല്ലേ? നമ്മൾ എഴുതിയേക്കണ 6 ഫോർമുലയ്ക്കകത്തും എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 അല്ലേ? അതുകൊണ്ട് ചിലർ അങ്ങനെ മാറ്റും. അങ്ങനെ മാറ്റാൻ വേണ്ടി 4 പുറത്തേക്ക് മാറ്റും. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് 1 ബൈ റൂട്ട് ഓഫ് 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ 4 എന്നാവും. ഞാനിത് ചെയ്യുന്നില്ല കേട്ടോ, കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു തുടക്കം മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇന്റഗ്രൽ ഓഫ് 1 ബൈ 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ 4 ഡി എക്സ്. അതിനുശേഷം ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഈ 4 റൂട്ട് 4 പുറത്തേക്ക് വരുമ്പോൾ 1 ബൈ 2, ഇനി 2 പുറത്തേക്ക് വരും. ബാക്കി 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്നാവും. ഇത് സ്റ്റാൻഡേർഡ് ഫോർമുല എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ എ 1 ബൈ 2 ആയെന്നുള്ളൂ. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള സ്റ്റാൻഡേർഡ് ഫോർമുല ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? 3 മാർഗം പറഞ്ഞു കേട്ടോ. ഇങ്ങനെയും ചെയ്യാം. കോൺസ്റ്റന്റിനെ പുറത്തേക്ക് ആദ്യം തന്നെ മാറ്റിയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള രൂപത്തിലാക്കിയിട്ട് ചെയ്യും. അപ്പൊ അവിടെ എ 1 ബൈ 2 എന്നൊക്കെയും വരും, പിന്നെ 1 ബൈ 4 എന്നൊക്കെയും വരും. അതൊക്കെ സോൾവ് ചെയ്ത് എഴുതേണ്ടി വരും കേട്ടോ. അവിടെ കുറച്ച് സിംപ്ലിഫിക്കേഷൻ വരും ആൻസറിനകത്ത്.
ഏറ്റവും എളുപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മാർഗമാണ് കേട്ടോ. ഫസ്റ്റ് പറഞ്ഞ മാർഗമാണ് ഏറ്റവും എളുപ്പം. എക്സിന് പകരം 2x കൊടുത്ത് ആൻസർ എഴുതുക, 2xന്റെ ഡെറിവേറ്റീവ് ആയി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായിരിക്കും ഞാൻ അധികവും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അധികം പ്രിഫർ ചെയ്യുന്നതും ആ രീതിയിലായിരിക്കും. ഏത് രീതി ചെയ്താലും സെയിം ആൻസർ കിട്ടും, കാൽക്കുലേഷൻ തെറ്റിയില്ലെങ്കിൽ. ഇനി എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിച്ചോ. കേട്ടത് തന്നെ അധികം അല്ലെ? സമാധാനായി. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരെ. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3. Integral of 1/√2 minus x the whole square plus 1 dx equal to ഒറ്റടിക്ക് അങ്ങ് പറയാമോ? മുകളിൽ 1 അല്ലേ? മുകളിൽ 1 ആണല്ലോ. എക്സിന് പകരം 2 മൈനസ് എക്സ് കിടക്കണമെന്നല്ലേ ഉള്ളൂ. മുകളിൽ 1 ആണ്, 1 dx ആണ്. മുകളിൽ വേറൊരു സംഭവം വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ബാലൻസ് ചെയ്യണം. മുകളിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ബാലൻസ് ചെയ്യേണ്ട വരുമായിരുന്നു. ഇവിടെ ഒരു സാധനമില്ല. മുകളിൽ 1 dx. താഴെ എക്സ് സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ, ഇത് 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണ് കേട്ടോ. എക്സ് സ്ക്വയറിന് പകരം 2 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. ഇതൊന്ന് പറഞ്ഞേ മാളവിക, എന്തായിരിക്കും മാളവിക ഇതിന്റെ ആൻസർ? ഏത് ഫോർമുല വേണേ ഞാൻ ഫോർമുല ആദ്യം എഴുതാം. ഫോർമുല പറഞ്ഞു തന്നാൽ ഇവിടെ എഴുതാം, എന്നിട്ട് നമുക്ക് ആൻസർ എഴുതാം. ഏതാ ഫോർമുല? log mod x plus root x square dx by x square plus a square. a square. ആൻസർ log mod x plus root x square plus a square plus c. ശരി. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇവിടെ എക്സിന് പകരം 2 മൈനസ് എക്സ് ആണെന്നുള്ള വ്യത്യാസമുള്ളൂ കേട്ടോ. എക്സിന് പകരം 2 മൈനസ് എക്സ് ആണ്. പറഞ്ഞോ. log mod മോഡ് 2 minus x plus root of 2 minus x square 2 minus x square plus 1 അല്ലേ? പ്ലസ് 1. ഈ ഡിനോമിനേറ്റർ തന്നെയാണ് വരുന്നത്. ഈ ഡിനോമിനേറ്റർ തന്നെയാണ് രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ തന്നെയാണ്. ലോഗ് മോഡ് 2 മൈനസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് 2 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി കൊടുക്കുന്നതിന് മുമ്പ് തീർന്നോ? ഇത്രയും തീർന്നോ? ഇനി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ട്, അതൊക്കെ. ഇന്റഗ്രേഷൻ കഴിഞ്ഞോ? മാളവിക sir 2 minus x ന്റെ ഡെറിവേറ്റീവ് അല്ലാണ്. 2 മൈനസ് എക്സ്, എക്സിന് പകരം 2 മൈനസ് എക്സ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്താ 2 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ്? -1 ആണോ? -1 ആണ്. ഇനിയിപ്പോഴും സംശയമാണോ അത്? 2 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് -1 ആണ്. -1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഡിവൈഡഡ് ബൈ -1. ഡിവൈഡഡ് ബൈ -1 എന്ന് പറഞ്ഞാൽ മൈനസ് സൈനിങ് കൊടുത്താൽ ഡിവൈഡഡ് ബൈ -1 എന്ന് പറഞ്ഞാൽ ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ ശരിയാണ്. മൈനസ് സൈനിങ് കൊടുത്താൽ മതി. പ്ലസ് സി മൈനസ് ലോഗ് 2 മൈനസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് 2 മൈനസ് അത് ഒറ്റയടിക്ക് ആൻസർ കഴിഞ്ഞു. സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുക്കാൻ പോയാൽ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ സ്റ്റെപ്സിന്റെ എണ്ണം കൂടും. ഇത് നമുക്ക് ഒറ്റയടിക്ക് പരിപാടി കഴിയും. എന്റെ അഭിപ്രായത്തിൽ ഇതാണ് എളുപ്പം. പക്ഷെ ഇവിടെ നിങ്ങൾ തെറ്റിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവസാനം ആ 2 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യില്ല. കുറെ പേര് അങ്ങനെ ചെയ്യാണ്ട് വിടും. ഡയറക്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ എഴുതി വെക്കും, ആ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്ട് വരും. ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യില്ല എന്ന് ഉറപ്പാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തോളാം കേട്ടോ. ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്ട് തെറ്റിക്കുകയാണെങ്കിൽ 2 മൈനസ് എക്സിന് ടി എന്ന് കൊടുത്താൽ ആ പ്രശ്നം തീരും. 2 മൈനസ് എക്സിന് ടി എന്ന് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഏറ്റവും എളുപ്പം. ഇതാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് മതിയോ? അതോ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോണോ? ഒരഭിപ്രായമില്ല. ഇത് മതി സാർ. ഇത് പോരെ? ഇതല്ലേ എളുപ്പം?
ഇതാകുമ്പോ പെട്ടെന്ന് പരിപാടി കഴിയും. പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്ത് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി മുകളിൽ വേറെ എന്തെങ്കിലും വന്നാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ. 2 - x ഡെറിവേറ്റീവായ -1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലിക്കേഷനും ഒന്നാണ്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നാണക്കേടൊന്നും യാതൊന്നും വിചാരിക്കണ്ട, യാതൊരുവിധ നാണക്കേട് വിചാരിക്കണ്ട. നിങ്ങൾക്ക് അതില്ലാന്ന് എനിക്കറിയാം. എന്നാലും സംശയമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം. യാതൊരു മടിയും വിചാരിക്കണ്ട. സംശയമുള്ളത് അപ്പോൾ തന്നെ ചോദിച്ചോളുക. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. Question number 4. Integral 1 by root of 9 minus 25x square dx equal to integral 1 by root of മുകളിൽ 1 ആണെങ്കിൽ തന്നെ പകുതി ആശ്വാസം. സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാണ്ട് ഒറ്റയടിക്ക് എഴുതാൻ പറ്റിയേക്കാം. താഴെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഐഷ സലീമെ, താഴെ എങ്ങനെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു? 3 square minus 5x whole square. 3 square minus 5x whole 5x square. whole square. Okay. 3 square minus 5x whole square. ഇപ്പൊ a square minus x square സ്റ്റൈൽ ആയിട്ടോ. a square minus x square എന്നുള്ള സ്റ്റൈലിലായിട്ടുണ്ട്. a square minus x square. എന്താ അതിന്റെ ആൻസർ? a square minus x square ആണെങ്കിൽ മറിച്ച് നോക്കിക്കോ കേട്ടോ. നിങ്ങൾ മറിച്ച് നോക്കിക്കോ. ഇപ്പൊ ഈ ഫോർമുല എല്ലാം കൂടി ഇന്ന് എഴുതണം കേട്ടോ പിള്ളേരെ. ഈ ഫോർമുല എല്ലാം ഇന്നൊരു പേപ്പറിനകത്ത് പറ്റുവാണെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ A4 പേപ്പറിലോ എവിടെയെങ്കിലും എഴുതിയിട്ട് നിങ്ങൾ കാണാവുന്ന രീതിയിൽ അങ്ങ് ഒട്ടിച്ചു വെച്ചേക്കോ കേട്ടോ. എപ്പോഴും നടക്കുമ്പോ കാണാൻ പാകത്തിന് ഒട്ടിച്ചു വെച്ചോളുക. കൂടെ കൂടെ കാണുക. വേറെ പഠിക്കാൻ മാർഗമൊന്നും ഇല്ല കേട്ടോ. ഉപയോഗിച്ചാലേ പഠിക്കുള്ളൂ, ഉപയോഗിക്കാതെ പഠിക്കില്ല. റൂട്ട് ആണ്. a square minus x square ആണ്. അപ്പൊ എന്താ എന്റെ ഫോർമുല? സൈൻ ഇൻവേഴ്സ് x by a അല്ലേ? സൈൻ ഇൻവേഴ്സ് x by a ആണ്. സൈൻ ഇൻവേഴ്സ് x by a അനുസരിച്ച് ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു തന്നെ മിസ്ബാ. നിങ്ങൾ ഫോർമുലയ്ക്ക് വേണമെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോളണം കേട്ടോ. ഇനി ഈ ഇക്വേഷനകത്ത് ഈ ഫോർമുലയാണ് ഉപയോഗിച്ചത്. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം കേട്ടോ. ഞാൻ പ്രത്യേകം പറയില്ല. ഈ ഇക്വേഷനകത്ത് ഈ ഫോർമുലയാണ് ഉപയോഗിച്ചത് മനസ്സിലാകാൻ വേണമെങ്കിൽ നിങ്ങൾ അവിടെ എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചോളണം. പറഞ്ഞ മിസ്ബാ ഇതിന്റെ ആൻസർ? സൈൻ ഇൻവേഴ്സ് 5x by 3. സൈൻ ഇൻവേഴ്സ് x by a. എക്സിന് പകരം 5x ആണ്, എക്ക് പകരം 3 ആണ്. തീർന്നോടാ? ഇല്ല, ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഏതിന്റെ ഡെറിവേറ്റീവ് ഉണ്ട്? എക്സിന് പകരം 5x. എക്സിന് പകരം 5x ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എത്രയാ? 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇൻറ്റു 1/5 ആദ്യം കൊടുത്താൽ മതി. ഇൻറ്റു 1/5 പ്ലസ് സി. 1/5 സൈൻ ഇൻവേഴ്സ് 5x by 3 പ്ലസ് സി. ഇതാണ് ഏറ്റവും എളുപ്പമാർഗം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. 5x-ന് t എന്ന് കൊടുത്ത് ചെയ്യാം കേട്ടോ. 5x-ന് t എന്ന് കൊടുത്ത് ചെയ്യാം. ഇവിടെ ഒന്നും സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ട. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പഠിക്കും. അടുത്തത് അഞ്ചാമത്തത് ഇന്റഗ്രൽ ഓഫ് 3x by 1 plus 2x square dx. ഇത് ഒറ്റയടിക്ക് പരിപാടി പറ്റില്ല കേട്ടോ. 2x⁴ അല്ലേ? 2x⁴. 3x by 1 plus 2x⁴ dx. ഇത് ഒറ്റയടിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? മുകളില് 1 അല്ല. മുകളിൽ 1 അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. മുകളിൽ വേറെ സാധനം വന്നിട്ടുണ്ടല്ലോ. ഇതിനു മുമ്പ് നമ്മൾ ഒറ്റയടിക്ക് ചെയ്തതെല്ലാം, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ തീർക്കുകയോ ചെയ്തേക്കണത്. കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ മുകളിൽ 1 അല്ലായിരുന്നു. ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. മുകളിലത്തെ ഡെറിവേറ്റീവ് വരത്തക്ക രീതിയിൽ പറ്റുമോ എന്ന് നോക്കുക. എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഇന്റഗ്രൽ കോൺസ്റ്റന്റ് പ്രശ്നമല്ല കേട്ടോ. കോൺസ്റ്റന്റ് ഒക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇന്റഗ്രൽ 3x by എങ്ങനെ എടുക്കാം?
എന്ത് ചെയ്യാൻ നസ്ന? അത് നമ്മുടെ ഫോർമുലയുടെ സ്റ്റൈലിൽ ഒന്ന് ആക്കി നോക്കുക. ഇത് ഏത് ഫോർമുലയുടെ സ്റ്റൈലിലായിരിക്കും കിടക്കുന്നത്? നസ്ന, നമ്മൾ 6 ഫോർമുല എഴുതിയല്ലോ, അതിനകത്ത് ഏതിന്റെ സ്റ്റൈലിലായിരിക്കും? tan inverse. ആ ശരി ശരി ശരി. അതായത് 1/, ഞാൻ ഉദ്ദേശിച്ച ലെഫ്റ്റ് സൈഡ് ആയിരുന്നു. നസ്ന റൈറ്റ് സൈഡ് ആൻസർ പറഞ്ഞതുള്ളൂ. 1/a² + x² അല്ലേ? x² + a². ആ ശരി. രണ്ടും ഒന്നാ? രണ്ടും ഒന്നാണ് അല്ലെ? ആലോചിക്കേ, a² + x² എന്ന് പറഞ്ഞാലും x² + a² എന്ന് പറഞ്ഞാലും ഒന്നാലോ. ശരി, അപ്പൊ ആ സ്റ്റൈലിലേക്ക് ഒന്ന് പറഞ്ഞു ആദ്യം തന്നെ ഇതിനെ. 1² അല്ലെങ്കിൽ 1 + ഇതിനെങ്ങനെ എഴുതാം? നസ്ന, അതിനെ എങ്ങനെ എഴുതാം നമുക്ക് സ്ക്വയർ ആയിട്ട്? 2x² മതിയോ? 2x² സ്ക്വയർ എടുക്കുമ്പോൾ 4x⁴ ആവില്ലേ? x ഇവിടെ 2x⁴ ആ. 2x⁴ റൂട്ട് എന്താണ്? ഇല്ല. സാമുവലേ, എന്ത് എഴുതാടാ? കേട്ടില്ലേ? ഒന്നൂടെ പറയാമോ? എടാ എവിടെ ഈ നമുക്കറിയാവുന്ന ഫോർമുല ഇന്റഗ്രൽ ഓഫ് dx/x² + a² ആണ്. ആ സ്റ്റൈലിലെ കിടക്കണേ ഇവിടെ. x² + a² അല്ലെങ്കിൽ a² + x². ആ രൂപത്തിലേക്ക് ഞാൻ എഴുതാൻ ശ്രമിക്കും അവിടെ. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന് പകരം എന്ത് കൊടുക്കാമെന്നാ ഞാൻ ചോദിക്കുന്നത് ഇവിടെ. 2x⁴ അല്ലേ? ഈ 2x⁴ ഒരു സാധനത്തിന്റെ സ്ക്വയർ ആയിട്ട് എനിക്ക് എഴുതണം, എന്നാലല്ലേ x² എന്നുള്ള സ്റ്റൈലിൽ വരുള്ളൂ. എടാ, രണ്ട് ടേമിന്റെയും സ്ക്വയർ ആയിട്ട് എഴുതണം. ആദ്യത്തെ ടേമിന്റെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ടേമിന്റെ സ്ക്വയർ. അപ്പൊ എന്തിന്റെ സ്ക്വയർ ആണത്? ടു എന്റെ സ്ക്വയർ എന്ന് പറഞ്ഞടാ. അപ്പൊ 2ന്റെ സ്ക്വയർ എത്രയാ? 4. അപ്പൊ 4x⁴ ആവില്ല എന്ന്. ടു x² സ്ക്വയർ എടുക്കുമ്പോ 4x⁴ ആവൂലേ? ശരിയായില്ലല്ലോ. ആ √2. അതിന് ഇത്ര നേരം വേണോടാ. √2 x²² √2ന്റെ സ്ക്വയർ 2 ആവും, x²ന്റെ x⁴ ആവും. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുലയുടെ സ്റ്റൈലിലായിട്ടോ, സ്റ്റാൻഡേർഡ് ഫോർമുലയുടെ സ്റ്റൈലിലായിട്ടുണ്ട്. ഇത് എന്റെ രീതി ആയിരിക്കില്ല കേട്ടോ, നിങ്ങൾ വേറൊരാൾ പഠിപ്പിക്കുമ്പോൾ വരുന്ന രീതി. ഞാനതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്, പല രീതി ചെയ്യാന്ന് പറഞ്ഞത്. വേറൊരാളുടെ രീതി ഇതായിരിക്കുള്ളൂ നിർബന്ധമില്ല. ശരി, നിങ്ങൾക്ക് എളുപ്പമുള്ള സ്വീകരിച്ചോളൂ കേട്ടോ. ഞാൻ ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റി. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? അവിടെ t = പറഞ്ഞ മക്കളെ, t = എന്ത് കൊടുക്കാം റാഫിയ? √2x² കൊടുത്താൽ മതിയോ? ശരി, √2x². അപ്പൊ ബാക്കി പറഞ്ഞു തരാം. dt/dx √2 ആ 2√2 x. നമുക്ക് x dx മുകളിലല്ലേ? ശരി, x dx dt/2√2 ആയിക്കോളൂല്ലോ. dt/2√2 = കോൺസ്റ്റന്റ് പ്രശ്നമല്ല കേട്ടോ. കോൺസ്റ്റന്റ് നമുക്ക് എന്ത് ചെയ്യാം? dt/2√2 = x dx. അപ്പോൾ ഇന്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഈ 3നെ പുറത്തേക്ക് മാറ്റിട്ടോ
3നെ പുറത്തേക്ക് മാറ്റിയിട്ടു. 3 കോൺസ്റ്റന്റ് 3 പുറത്ത്. എക്സ് ഡി എക്സ് ഡി ടി ബൈ 2√2 ആ 2√2 പുറത്ത്. മനസ്സിലാവുണ്ടല്ലോ അല്ലെ? കോൺസ്റ്റന്റ് 3 പുറത്ത്. എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി ബൈ 2√2 ആണ്. ഡി ടി ബൈ 2√2 ആ 2√2 പുറത്തെടുത്തു. താഴെ 1² പ്ലസ് t² എന്നായി. 1² പ്ലസ് t². This is equal to 3/2√2. എന്ത് വരും? ഇന്റഗ്രൽ ഓഫ് ഡി ടി ബൈ t² പ്ലസ് 1² അല്ലെങ്കിൽ a² പ്ലസ് x² ഫോം. എന്താ അന്ന എന്റെ ആൻസർ? അല്ലെങ്കിൽ എക്സ് വെച്ച് ചിന്തിക്കുക. ഡി എക്സ് ബൈ a² പ്ലസ് x². ഡി ടി ബൈ a² പ്ലസ് t². അത് തന്നെയാണ് ഡി എക്സ് ബൈ a² പ്ലസ് x². എനിക്കറിയില്ല. മറച്ചു നോക്ക്. ഫോർമുല എഴുതിയത് മറച്ചു നോക്ക്. അറിയില്ല എന്ന് പറഞ്ഞാൽ വെറുതെ വിടില്ല. ഫോർമുല എഴുതി മറച്ചു ചോദിക്കോ. ഇന്റഗ്രൽ ഓഫ് ഈ ഫോർമുലയുടെ സ്റ്റൈലിൽ കിടക്കണ ഈ ബോർഡിൽ കിടക്കണത് ഡി ടി ബൈ 1² പ്ലസ് t². ഇതേപോലത്തെ ഒരു സാധനം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ 6 ഫോർമുലയ്ക്കകത്ത് ഒരെണ്ണം ഇതുപോലെയുള്ളതാണ്. അതേതാന്ന് കണ്ടുപിടിക്കുക. ഏതാന്നാ 6 ഫോർമുലയ്ക്കകത്ത് ഒരെണ്ണം അതേ സ്റ്റൈലിലുണ്ട്. dx ബൈ റൂട്ട് x² പ്ലസ് s². മോളെ ഇവിടെ റൂട്ട് ഉണ്ടോ? ഇല്ല. ഇവിടെ റൂട്ട് ഇല്ലല്ലോ. a² പ്ലസ് അല്ല x² പ്ലസ് a². dx ബൈ x². ആ dx ബൈ x² പ്ലസ് a². ആ സ്റ്റൈലല്ലേ കിടക്കുന്നത്. അതിന്റെ ആൻസർ എന്താ? 1/a tan inverse x/a plus c. x/a അല്ലേ? അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ എന്താന്ന് പറഞ്ഞേ? ഡി ടി ബൈ 1² പ്ലസ് t² അല്ലെങ്കിൽ t² പ്ലസ് 1² എന്ന് തിരിച്ചിട്ടോ. എങ്ങനെ നടന്നാലും കുഴപ്പമില്ല. ഡി ടി ബൈ t² പ്ലസ് 1². അതിന്റെ ആൻസർ പറഞ്ഞേ. വൺ ബൈ എ. ഇവിടെ ആയിട്ട് പോലെ എത്രയാ? 2√2. ഞാൻ ഈ ബോക്സിലാക്കി വെച്ചുകൊണ്ട് ഇക്വേഷൻ ഇവിടെ നിന്ന് ആൻസർ എഴുതുന്നത്. അവിടെ നിന്നൊക്കെ ഇവിടെ എത്തി. ഇവിടെ എ എത്രയാ? അപ്പൊ എ എത്രയാണ്? ഇന്റഗ്രൽ ഡി ടി ബൈ t² പ്ലസ് 1² എന്നല്ലേ കിടക്കണത്. നമുക്ക് ഫോർമുല അറിയാം. എക്സിൽ അറിയാം. എക്സിന് പകരം ടി. ഡി ടി ബൈ t² പ്ലസ് 1². ഇതെന്ത് വരും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞ ഇതെന്താ അറിയാനുള്ളത്? ഇതിനകത്തൊന്നും അറിയാനില്ലെന്നേ. അതുകൊണ്ടല്ലേ ഞാൻ വിടാത്തത്. ഇതിനകത്തൊന്നും അറിയാനില്ല. ചായ കുടിച്ചില്ലായിരുന്നോ? എന്നാ കഴിച്ചേ? ഒന്നും കേൾക്കാൻ പാടില്ല. പപ്സ കാലത്ത് കഴിച്ചേ? വെറുതെയാണ് ഉത്തരം പറയാൻ പറ്റാത്ത. കാലത്ത് എന്തെങ്കിലും അരി ആഹാരം കഴിക്കണം. അരിയുടെ ഗോതമ്പിന്റെയൊക്കെ ആഹാരം കഴിക്കണം. നല്ല എനർജി കിട്ടുള്ളൂ. ഉത്തരം പറയാൻ പറ്റുള്ളൂ. കമ്പയർ ചെയ്തിട്ട് പറഞ്ഞേ പെട്ടെന്ന്. ഇവിടെ നോക്കുന്നേ. ഇവിടെ എക്സിന് പകരം ടി ആണ്. എക്ക് പകരം 1 ആണ്. എക്ക് പകരം 1 ആണ്. ആ കൊടുക്ക. 1 ബൈ
ആലിയ റെഡി ആയിട്ടിരിക്കും. ഇപ്പൊ പറയാന്നുള്ള രീതിയിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടോ. സാർ എനിക്ക് അറിയില്ല. എന്നാ പറഞ്ഞ ആലിയ. 1/1 into tan inverse t/1 plus c. t/1 plus c. ശരി. 1/1 tan inverse t/1 plus c. This is equal to 3/2 root 2 1/1 tan inverse t ക്ക് പകരം നമ്മൾ എന്താ t ക്ക് കൊടുത്തേക്കണേ? ഞാൻ കളഞ്ഞു. t ക്ക് പകരം root 2 x square അല്ലെ? ഓക്കെ root 2 x square tan inverse root 2 x square plus c. നിങ്ങൾ കുറച്ച് മെനക്കെടണം കേട്ടോ. കുറച്ച് മെനക്കെടാണ്ട് പഠിക്കാൻ പറ്റില്ല കേട്ടോ. ഒരാൾ പറഞ്ഞു തന്ന പഠിക്കണേക്കാളും ഏറ്റവും നല്ലത് പറഞ്ഞു തരിക എന്നുള്ളത് ഹെൽപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. അതിന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. എന്തുകൊണ്ട് എടുത്തു എന്നുള്ളതൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. അത് ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് ഇതിന്റെ പഠിത്തം നടക്കുള്ളൂ. എന്തുകൊണ്ട് ഇത് എടുത്തു, എന്തുകൊണ്ട് എടുത്തില്ല, കാര്യകാരണ സഹിതം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എല്ലാം ഒരേപോലെ ആയിരിക്കില്ല കേട്ടോ കിടക്കണത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ x² + a² എന്നായിരിക്കില്ല എല്ലാം കിടക്കുന്നത്. ചിലപ്പോൾ a² + x² എന്നായിരിക്കും. അതിലേക്ക് അത് മനസ്സിലാക്കാൻ പറ്റണം. എന്താ മുദാസിറെ? സാറോടെ ഡെറിവേറ്റീവ് വെച്ച് ഡിവൈഡ് ചെയ്യണ്ട. ഡെറിവേറ്റീവ് വെച്ച് ഡിവൈഡ് ചെയ്യണ്ട. വേണ്ട, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തു പോയല്ലോ. അല്ല, പക്ഷെ എക്സിന് പകരം √2x² എന്നല്ലാന്നാണ്. അല്ലടാ, നമ്മൾ അത് വെച്ചല്ലല്ലോ എഴുതിയേക്കണത്. നമ്മൾ ടീയിലേക്ക് മാറ്റിയിട്ട് ഇവിടെ ടീയിലേക്ക് മാറ്റിയിട്ട് ടി വെച്ചല്ലേ ഇവിടെ എഴുതിയേക്കണത്. ഇപ്പൊ ടി വെച്ച ആൻസർ എഴുതിയല്ലോ. എന്നിട്ട് ടിക്ക് പോലെ ഇത് കൊടുത്തു. മനസ്സിലായി. നമ്മൾ എക്സ് വെച്ചല്ല പറഞ്ഞേക്കണത്, ടീയിലേക്ക് മാറ്റിയിട്ട് ടി വെച്ച് ഫോർമുല കൊടുത്തു. അപ്പൊ പിന്നെ അവിടെ ഇനി വീണ്ടും അത് വരുന്നില്ല, ഡെറിവേറ്റീവ് വന്നില്ല. നമ്മൾ ടീയിലേക്ക് മാറ്റാതെ നേരിട്ട് എക്സിന് പകരം വേറെ എന്തെങ്കിലും വെച്ച് ചിന്തിക്കുമ്പോഴോ അന്നേരമാണ് അവിടെ ഡെറിവേറ്റീവ് കൊണ്ടുള്ള ഡിവിഷൻ വരുന്നത്. അതൊക്കെ തോന്നും കേട്ടോ. അങ്ങനത്തെ കൺഫ്യൂഷൻ ഒക്കെ തോന്നും. ഇഷ്ടംപോലെ സംശയങ്ങൾ നമുക്ക് തോന്നും. അതിനൊക്കെ സ്വയം ഉത്തരം കണ്ടെത്തുകയും വേണം കേട്ടോ. നിങ്ങൾ ചോദിച്ചോളുക, ഞാൻ പറയാം. തന്നെ ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്കാരെ ഞാൻ പറഞ്ഞത്, തന്നെ ഇരുന്ന് ചെയ്യുമ്പോൾ തോന്നുന്ന സംശയങ്ങൾക്ക് ഉത്തരം സ്വയം കണ്ടെത്തേണ്ടി വരും. ഉത്തരം സ്വയം കണ്ടെത്തി പഠിക്കണം. എന്നാലേ പഠിത്തം നടക്കുള്ളൂ കേട്ടോ. പണ്ട് പഠിച്ചോളുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോലെ a+b² ഫോർമുല പഠിപ്പിക്കും. എന്നിട്ട് 5+3 കാണാൻ പറയും, അല്ലെങ്കിൽ x+y കാണാൻ പറയും. വെറുതെ കൊടുത്താൽ മതി. എയും ബിയും മാറ്റി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ പരിപാടി നടക്കില്ല കേട്ടോ. ഇനി അങ്ങനത്തെ പരിപാടികളല്ല. ഇനി നമ്മൾ ചിന്തിക്കണം. അവിടെ നമുക്ക് തന്നെ കിട്ടണം. അടുത്തത് x²/1 - x⁻⁶ ഇന്റഗ്രൽ x²/1 - x⁻⁶ dx. ഇന്റഗ്രൽ x²/1 - x⁻⁶ dx. എന്ത് ചെയ്യാമോ ആവണി? സാർ, ഡിനോമിനേറ്ററിനെ മാറ്റണം. എങ്ങനെ മാറ്റും പറഞ്ഞോ? x²/1² - x³ ശരി, x³ എന്നാക്കി. ഇനി എന്ത് ചെയ്യണം? dx/a² - x² എന്നുള്ള ഫോം അല്ലേ? അതെ. ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x³ ടി ഇട്ട് കൊടുക്കണം. x³ ഇവിടെ മുകളിൽ സംഭവം ഉണ്ട് കേട്ടോ. മുകളിൽ സംഭവം ഉള്ളതുകൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. മുകളിൽ 1 ആയിരുന്നെങ്കിൽ അല്ലാണ്ട് എഴുതാമായിരുന്നു. മുകളിൽ സാധാരണ വന്നേക്കുന്നതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. t = x³. അപ്പോൾ dt/dx = 3x². ശരി, 3x². അപ്പോൾ dt/3 = x² dx എന്നാവില്ലേ? ഇന്റഗ്രൽ x² dx പകരം dt/3. ആ 3 ഞാൻ പുറത്താക്കി കേട്ടോ. 1/3 3നെ പുറത്തേക്ക് മാറ്റി. ഡിവൈഡഡ് ബൈ 1² - t². ഏത് ഫോർമുല ആവണേ? ഇന്റഗ്രൽ a² - x². a² - x². എന്താ അതിന്റെ ആൻസർ? 1/2a log mod a + x/a - x + c.
എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് പ്ലസ് സി. ശരി, എന്നാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ 1/3 ഇന്റഗ്രൽ, സോറി ഇന്റഗ്രൽ ഇല്ല, ആൻസർ 1/3 1/2 ലോഗ് A1 അല്ലേ ഇവിടെ, ആം A1 ആണ്. അപ്പൊ 1/2 ലോഗ് മോഡ് 1 + t / 1 - t + c മൈനസ് ടി പ്ലസ് സി. ശരി, ആൻസർ 1/6 ലോഗ് മോഡ് 1 + x³ / 1 - x³ + c മൈനസ് എക്സ് ക്യൂബ് പ്ലസ് സി. ആൻസർ ആണോ നോക്കട്ടെ കേട്ടോ. ⅙ log 1 + x³ / 1 - x³ + c. ശരിയാണ്. പഠിച്ചോ പിള്ളേരെ, പഠിച്ചോ? ഒന്ന് കൈപൊക്കിയെ കാണട്ടെ. ഒരുവിധം ഐഡിയ കിട്ടിയെങ്കിൽ, ഒരുവിധം കേട്ടോ, ഒരു 60% ഐഡിയ കിട്ടിയെങ്കിൽ ഒന്ന് കൈപൊക്കി. ശരി ശരി ശരി, ഓക്കെ, ഗുഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 7th one. Integral of x minus 1 by root of x² minus 1 dx. ഒരു ചെറിയ പ്രത്യേകത ഉണ്ട് ഇവിടെ, ഇതുവരെ കാണാത്തൊരു പ്രത്യേകതയുണ്ട്. എന്താ ഇതുവരെ കാണാത്തൊരു പ്രത്യേകത ഇവിടെ വന്ന് എന്നതാ? മുകളില് 2 ടേം ആണോ? മുകളിൽ 2 ടേം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യണോ? സെപ്പറേറ്റ് ചെയ്യും കേട്ടോ. മുകളിൽ 2 ടേം ഉണ്ട്, സെപ്പറേറ്റ് ചെയ്തേക്കുക. മുകളിൽ 2 ടേം ഉണ്ട്, 2 ആക്കിക്കുക. ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ x by root of x² minus 1 dx minus integral dx by 1 dx auto dx root of x² minus 1. ഇനി ഒരു സെക്കൻഡ് കേട്ടോ മക്കളെ, ഞാൻ പറയാം, നിങ്ങൾക്ക് അറിയാതിരിക്കും എങ്കിൽ കൂടി. ആദ്യത്തെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം നമുക്ക് ആലോചിച്ചിട്ട് എഴുതാം കേട്ടോ. ആദ്യത്തെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? 2 ടേം ആയല്ലോ, ആദ്യത്തെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? പെട്ടെന്ന് പറയാമോ? ഒറ്റയടിക്ക് ഉത്തരം പറയാമോ? ശരി, എന്താ സലാഹുദ്ദീനെ എങ്ങനെ ചെയ്യാത്തെ? സാർ x² - 1 എന്നുള്ളത് t ആയിട്ട് എടുത്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് dx-ഉം t-യും ആയിട്ട് എഴുതി ശരി, അപ്പൊ താഴത്തേന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം അല്ലെ? താഴത്തേന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യാം. അത് തന്നെ കേട്ടോ, അത് തന്നെ ചെയ്യാം. താഴത്തേന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ശരിയാണ്, ആ സെയിം സംഭവം തന്നെയാണ് കേട്ടോ. വേറെ അത് തന്നെയാണ്, ഇച്ചിരി എളുപ്പത്തിൽ എന്ന് പറയാമോ? സബ്സ്റ്റിറ്റ്യൂഷൻ ഈ f'(x) by root of f(x) ആയിട്ട് ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. f'(x) by root of f(x) ആയിട്ട് ബന്ധമുണ്ട്. സലാഹുദ്ദീൻ നീ പറഞ്ഞത് ശരിയാട്ടോ, നീ പറഞ്ഞത് ശരിയാണ്. അഫിമോള് പറഞ്ഞതും ശരിയാണ്. f'(x) by f(x) താഴത്തെ ഡെറിവേറ്റീവ് എന്താ? 2x. ഒരു 2ന്റെ കുറവല്ലേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഒരു 1/2 പുറത്തെടുത്തിട്ട് അകത്തൊരു 2 കൊടുക്കാൻ പാടില്ല നമുക്ക്. മനസ്സിലായോ? ഒരു 1/2 പുറത്ത് കൊടുത്തിട്ട് ഇങ്ങനെ എഴുതിയ പ്രശ്നം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ താഴത്തെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഈ താഴത്തെ ഡെറിവേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് അത് തന്നെയാണ് എത്ര കേട്ടോ.
സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അത് തന്നെയാണ് എത്തണത്. ഞാൻ അതൊക്കെ ഇല്ലാണ്ട് എളുപ്പവഴികൾ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ, അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല. പല രീതിയിൽ ചെയ്യാം, പല രീതിയിൽ ചെയ്യാം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കണം, ഞാൻ ഇനി ഒരു 1/2 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2x ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 dx എന്ന് എഴുതി. ശരിയാണോ? ഞാൻ അങ്ങനെ ആക്കാനുള്ള കാരണം എന്താ? താഴത്തേന്റെ ഡെറിവേറ്റീവ് 2x ആണെന്ന് എനിക്കറിയാം. താഴത്തേന്റെ ഡെറിവേറ്റീവ് 2x മുകളിൽ വന്നു. ഇപ്പോൾ അത് താഴത്തേന്റെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ എഴുതാലോ. 1/2 എന്താ അതിന്റെ ആൻസർ? 2 റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 അല്ലേ? 2 റൂട്ട് ഡിനോമിനേറ്റർ ആണ് അതിന്റെ ആൻസർ. 2 റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും ആൻസർ. ഈ 2ഉം 2ഉം വെട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലും ഇത് തന്നെ കിട്ടും. ആ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ എഴുതുന്ന കാര്യങ്ങളൊക്കെ ലാഭിച്ചതുള്ളൂ. കിട്ടിയോ? താഴത്തേന്റെ ഡെറിവേറ്റീവ് 2x ആണ്. 2x നമുക്ക് താഴത്തേന്റെ ഡെറിവേറ്റീവ് നേരെ മുകളിൽ കിടക്കുവാണെങ്കിൽ 2 റൂട്ട് എഫ് ഓഫ് എക്സ് എന്ന ആൻസർ എഴുതാം. 2 റൂട്ട് ഡിനോമിനേറ്റർ ആണ് ആൻസർ. അപ്പൊ താഴത്തേന്റെ ഡെറിവേറ്റീവ് മുകളിൽ വന്നെങ്കിൽ മുകളിൽ ഒരു 2ന്റെ കുറവേ ഉള്ളൂ. അപ്പൊ ഒരു 2 കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്തു, പുറത്തൊരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഒരു പാർട്ട് എഴുതിയോളൂ കേട്ടോ. രണ്ടാമത്തത് ഫോർമുലയാ മൈനസ്. അപ്പൊ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ഫോർമുലയിൽ നോക്കി രണ്ടാമത് കിടക്കുന്നത് 1/√ of x square minus a square. 1/√ of x square minus a square ഫോർമുലയാണ്. ഇന്റഗ്രൽ ഓഫ് dx by root of x square minus 1 square. 1/√ of x square minus a square. എന്താ അതിന്റെ ആൻസർ? എന്താ ഫാരിസേ? 1/√ of x square minus a square എന്താ ഫാരിസേ? ഞാൻ സാറേ 1/√ of x square minus a square ഫോർമുല 1/√ of x square minus a square ഫോർമുല. എന്താ ഭീമ ബീവി? സാർ ഞാൻ ട്രാവലിംഗിലാ, അറിയില്ല. എന്നത്? മ്യൂട്ട് ചെയ്തോ. ശരി ശരി. ശരി. എന്താ ഇർസാനെ? ഇർസാൻ സാർ ലോഗ് മോഡ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ. ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇത് തന്നെ കേട്ടോ. പ്ലസ് സി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി വരും. മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് സി. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഇനി ഒഴിവാക്കാവുന്നിടത്തൊക്കെ നമ്മൾ ഒഴിവാക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഫോർമുല അന്നേരം അവിടെ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞത്. ഏത് രണ്ട് ഫോർമുല പറഞ്ഞില്ലേ? എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാതെ ലോഗ് എന്ന് എഴുതിക്കൊള്ളണം. എഫ് ഡാഷ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് വരുവാണെങ്കിൽ എന്താണ്? 2 റൂട്ട് ഓഫ് എഫ് എക്സ് ആണ് ആൻസർ. 2 റൂട്ട് എഫ് ഓഫ് എക്സ് ആണ് ആൻസർ. അങ്ങനെയുള്ള ഫോർമുലയൊക്കെ നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തും കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇൻ കേസ് അത് അറിയില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്തോളണം. കിട്ടിയ ഉത്തരം ശരിയായോ? ശരി, അടുത്തത് ചെയ്തോ ഇതുപോലെ തന്നെ. അടുത്തൊന്ന് തന്നെ ചെയ്തേ കാണട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 8. Number 8.
x square by root of x raised to 6 plus a raised to 6. Integral x square by താഴെ നമുക്ക് എങ്ങനെ എഴുതാം നെസ്റിനെ? നെസ്റിൻ x cube all raised to all square plus ആ a cube all square. ശരി. ഇനി എന്ത് ചെയ്യും? താഴെ ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള സ്റ്റൈലിലായിട്ടുണ്ട്. പക്ഷേ മുകളിൽ എക്സ് സ്ക്വയറും കിടപ്പുണ്ട്. എന്ത് ചെയ്യും നെസ്റിനെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാ? ആ അതെന്നെ. എന്തിനു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എക്സ് ക്യൂബിന്. അവിടെ ആരോ ഉണ്ടല്ലോ അടുത്ത്. ഇല്ല. ശരി, പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ. x ക്യൂബിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. t equal to x cube. അപ്പോൾ dt by dx 3x square. മുകളിൽ x square ഉണ്ട് കേട്ടോ. x square dx. x square dx equal to dt by 3. അപ്പോൾ പറഞ്ഞേ ഇന്റഗ്രൽ മുകളിൽ x square dx dt by 3 എന്നുള്ളത്. dt by 3 ആ 1 3 താഴെ കൊടുത്തു കേട്ടോ. ഇവിടെ പുറത്തു കൊടുത്തു 1/3. 3 ബ്രാക്കറ്റിന് പുറത്തു കൊടുത്തു. മതി, കോൺസ്റ്റന്റ് ആലോ. 1/3 പുറത്തു കൊടുത്തു. ബാക്കി root of t cube. t അല്ല t all square. ആ t സ്ക്വയർ പ്ലസ് a ക്യൂബ് സ്ക്വയർ. a ക്യൂബ് സ്ക്വയർ നമുക്കറിയാവുന്ന ഒരു ഫോർമുല കേട്ടോ. ഇത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോർമുലയ്ക്ക് അനുസരിച്ചാണ് കിടക്കുന്നത്. 1/3 ഇൻറ്റു ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 1/3. എന്താ നെസ്റിന്റെ ഫോർമുല? 1/a tan inverse അല്ല റൂട്ട് log mod x plus root of x plus a square. ആ അപ്പൊ ലോഗ് മോഡ് ഇവിടെ x അല്ല. ലോഗ് മോഡ് t പ്ലസ് root of t square plus a square a cube all square പ്ലസ് c. ഇനി തിരിച്ചു കൊടുക്കുക. 1/3 ഇൻറ്റു ലോഗ് മോഡ് ടിക്ക് പകരം എക്സ് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ക്യൂബിന്റെ സ്ക്വയർ എക്സ് റേസ് ടു 6 പ്ലസ് അത് ക്വസ്റ്റ്യൻ തന്നെ വരും കേട്ടോ. റൂട്ട് ഓഫ് എക്സ് റേസ് ടു 6 എക്സ് ക്യൂബിന്റെ സ്ക്വയർ എക്സ് റേസ് ടു 6 എ ക്യൂബിന്റെ സ്ക്വയർ എ റേസ് ടു 6 പ്ലസ് സി. ശരിയായി വരുന്ന കൈവയ്ക്ക്. ഐഷഹന കൈവയ്ക്കണോ? ശരി ശരി കേട്ടോ. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ പിള്ളേരെ. ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന എനിക്കറിയാം, എന്നാൽ ഞാൻ ഒന്നുകൂടി ഓർമ്മിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇനി കാണുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിയും. 1-2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. അപ്പോഴത്തേക്കും മുഴുവൻ മറന്നു പോകും. ഇന്ന് തന്നെ ചെയ്യണം, ഇന്ന് തന്നെ ചെയ്യണം. തന്നെ ഇരുന്ന് സമയം മെനക്കെട്ട് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് പഠിക്കാൻ പറ്റില്ല കേട്ടോ ഈ കാര്യങ്ങളൊന്നും. സമയം മെനക്കെട്ട് തന്നെ ഇരുന്ന് ചെയ്യണം. കഷ്ടപ്പെട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കണം. അപ്പോഴേ പഠിത്തം നടക്കുള്ളൂ. Question number 9. Question number 9. Integral of sec square x by root of tan square x plus 4 dx. എളുപ്പമാണ്.
എളുപ്പത്തിൽ ചെയ്യാം. നമുക്കറിയാവുന്ന ഏത് ഫോർമുലയുടെ സ്റ്റൈലിലാണെന്ന് നോക്കുക, എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം എന്നൊക്കെ നോക്കുക. എന്ത് കൊടുക്കുക അഭിന? ഡിനോമിനേറ്റർ മാറ്റണ്ടേ? ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 2 സ്ക്വയർ. ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 2 സ്ക്വയർ. 2 സ്ക്വയർ. ശരി ശരി, 2 സ്ക്വയർ. എന്നിട്ട് എന്ത് ചെയ്യണം? ടാൻ സ്ക്വയർ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ടാൻ സ്ക്വയർ എക്സിനല്ല സബ്സ്റ്റിറ്റ്യൂഷൻ. ടാൻ സ്ക്വയർ എക്സിന് ടി എന്ന് കൊടുത്താൽ അവിടെ ടി പ്ലസ് 2 സ്ക്വയർ എന്നാവില്ലേ അവന? ടാൻ സ്ക്വയർ എക്സിന് അവനെ പറഞ്ഞ പോലെ കൊടുത്താൽ ഇവിടെ റൂട്ട് ഓഫ്, താഴെയാട്ടോ ഞാൻ എഴുതുന്നത്, ടാൻ സ്ക്വയർ എക്സിന് ടി എന്ന് കൊടുത്താൽ ടി പ്ലസ് 2 സ്ക്വയർ എന്നാവും. ഇങ്ങനെ കിട്ടിക്കൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. ടാൻ സ്ക്വയർ പ്ലസ് 4, ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 4 ആണ്. ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 4 സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 4 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? സി സ്ക്വയർ എക്സ്. അല്ല 2 tan x. 2 tan x into 6 square x എന്നാവില്ലേ? സ്ക്വയർ എക്സിന് 6 സ്ക്വയർ എക്സിന് ഏതോ ഗായികയുടെ അടുത്തിരുന്ന പഠിക്കണമെന്നൊന്നുമില്ലോ. പിന്നെ പരമാവധി ശബ്ദങ്ങളിൽ നിന്നൊക്കെ ഒഴിവായിരിക്കട്ടോ മക്കളെ. നിങ്ങൾ ഈ പരമാവധി ശബ്ദങ്ങളിൽ നിന്നൊക്കെ ഒഴിവായിരിക്കുക, എന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് തന്നെ കണക്ക് തെറ്റിപ്പോയി ഇങ്ങനത്തെ പാട്ടൊക്കെ കേട്ടാ. ഇതുകൊണ്ട് ടി നമുക്ക് കൊടുക്കാൻ പറ്റില്ല മോളെ. ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 4 കൊടുത്തിട്ടും കാര്യമില്ല. അതിന് ഒരു ചെറിയ മിസ്റ്റേക്കേ ഉള്ളൂ, ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ പറയാൻ പറ്റും. നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുലകളിലേക്ക് ഡിനോമിനേറ്റർ എങ്ങനെയാ വരേണ്ടത്? നമുക്കറിയാവുന്ന ഫോർമുലയുടെയൊക്കെ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ അങ്ങനെയൊക്കെയല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ കിട്ടണ്ടേ അവിടെ? ടി സ്ക്വയർന്ന് നമുക്ക് കിട്ടണ്ടേ? അപ്പൊ എന്തിനു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? സ്ക്വയർ എക്സിനാണോ? ടാൻ എക്സിനാണ് കൊടുക്കേണ്ടത്. എന്നാലല്ലേ ടി സ്ക്വയർ എന്ന് എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. ടി ഈക്വൽ ടു ടാൻ എക്സ് ആണ്. കിട്ടിയോ? ടാൻ സ്ക്വയർ എക്സിനല്ല, ടാൻ എക്സിന് കൊടുക്കണം. ടാൻ എക്സിന്, എന്നാലാണ് ടി സ്ക്വയർ എന്ന് എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ ടി ഈക്വൽ ടു ടാൻ എക്സ് ആണ് കേട്ടോ. ടി ഈക്വൽ ടു ടാൻ എക്സ്. ടി ഈക്വൽ ടു ടാൻ എക്സ് ഡി ടി ബൈ ഡി എക്സ്, ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് 6 സ്ക്വയർ എക്സ്. dt ഈക്വൽ ടു 6 സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വരും. അപ്പോൾ dt 6 സ്ക്വയർ എക്സ് ഡി എക്സ് dt ബൈ റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്നാകും. ഡയറക്റ്റ് ഫോർമുല dx ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഏതാ എന്റെ ഫോർമുല? ഏതാ അഭിരാമി ഫോർമുല? log mod x plus root of x square plus a square plus c. ശരി, ഇവിടെ x അല്ല, ഇവിടെ t. അപ്പൊ അതനുസരിച്ച് പറഞ്ഞേ. log mod t plus root of t square plus a square plus c അല്ല 2 square plus c. ശരി, തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ലോഗ് മോഡ് ടിക്ക് പകരം ടാൻ എക്സ് അല്ലെ? ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 4 പ്ലസ് സി എന്ന് വരും. കിട്ടിയില്ലേ? ശരി, ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇന്റഗ്രൽ 1 by root of x square plus 2x plus 2.
ഇതെന്ത് ചെയ്യും? ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഇനിയിപ്പോ അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു അല്ലെ. 10, 11 അടുത്ത ക്വസ്റ്റ്യനിലേക്കൊക്കെ നോക്കിയ മക്കളെ. 10, 11, 12 ഒക്കെ ഇങ്ങനെയൊക്കെയാണ് വന്നേക്കണേ കേട്ടോ. ഒരു പോളിനോമിയലായിട്ടാ തന്നേക്കണേ. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാ വന്നേക്കണത്. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ സ്ക്വയേഴ്സിലേക്ക് മാറ്റണം കേട്ടോ. നമ്മളിപ്പോ പഠിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഫോർമുലയുടെ രൂപത്തിലേക്ക്, അതായത് സ്ക്വയേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ആ ഫോമിലേക്ക് നമുക്ക് മാറ്റണം. നമുക്കറിയാവുന്ന ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റണം. ഇതിനെ എങ്ങനെ മാറ്റാൻ? താഴെ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 ആണ്. ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 പകരം എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? നോക്കാം. എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് 1, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതി എടുക്കണം കേട്ടോ, എന്നാലേ ശരിയാവുള്ളൂ. എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 2ab ടൈം എന്തോ. അല്ല, ഞാൻ ഒരു പ്ലസ് 1 സ്ക്വയറും കൂടെ പറഞ്ഞായിരുന്നു. എഴുതാട്ടോ, എഴുതാം. അത് നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ നിർത്തിയതാ. അത് എഴുതും. ഓക്കെ. എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ത് വരും നോക്കിയ പിള്ളേരെ? ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടൈം എക്സ് സ്ക്വയർ വരും പ്ലസ് 2ab ടൈം 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1, 2x ശരിയാകും. പ്ലസ് ഇവിടെ 1 സ്ക്വയർ കാണുമ്പോൾ 1 വരും. നമുക്ക് ഇവിടെ 2 ഉണ്ട്, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലസ് 1 കൊടുക്കും. അപ്പൊ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 അല്ലെങ്കിൽ 1 സ്ക്വയർ കേട്ടോ. നമ്മുടെ ഫോർമുലയ്ക്കകത്ത് സ്ക്വയർ ആയിട്ട് 1 സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ 1 ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 1 സ്ക്വയറോ dx ഇങ്ങനെയാക്കി മാറ്റും. അതായത് താഴെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. താഴത്തെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യും. ഒരു സെക്കൻഡ് കേട്ടോ മക്കളെ, എനിക്ക് എന്തോ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അത് കേട്ടിട്ട് ബാക്കി ചെയ്യാം. സച്ചിൻ പറഞ്ഞോ. സാർ ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഫീഡ്ബാക്ക് ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരും ലെഫ്റ്റ് ആവരുത്. ചെയ്തിട്ട് കമന്റ് ബോക്സിൽ പറഞ്ഞിട്ട് വേണം ലീവ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താഴെ ആ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാക്കി കേട്ടോ. നമുക്കറിയാവുന്ന ഫോർമുലകൾ അതൊക്കെ ഉള്ളൂ. എക്സ് സ്ക്വയർ ഇന്റഗ്രേഷനകത്ത് എപ്പോഴും ചെയ്യേണ്ട കാര്യം കേട്ടോ. ഇന്റഗ്രേഷനകത്ത് നമുക്ക് അറിയാവുന്ന ഫോർമുലയിലേക്ക് മാറ്റുക. തന്നിരിക്കുന്ന കാര്യത്തിനെ നമുക്ക് ഇന്റഗ്രേഷൻ അറിയാവുന്ന ഫോർമുലയിലേക്ക് മാറ്റുക, ആൻസർ എഴുതുക. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു. എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ നോക്കി. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഫോർമുലയിലായല്ലോ. ഡയറക്റ്റ് ഒറ്റയടിക്ക് എഴുതാം. 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ മുകളിൽ 1 ഉള്ളൂ കേട്ടോ. മുകളിൽ 1 ഉള്ളെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും നിൽക്കൂല, ഡയറക്റ്റ് ആൻസർ എഴുതും. അതാട്ടോ നമ്മുടെ രീതി. മുകളിൽ 1 ഉള്ളെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് ഒന്നും പോകുന്നില്ല, ഡയറക്റ്റ് ആൻസർ എഴുതാൻ പോവാണ്. എങ്ങനെ എഴുതാം അതിന്റെ ഡയറക്റ്റ് ആൻസർ? എങ്ങനെ എഴുതാം സ്വാലിഹ? ലോഗ് മോഡ് x plus 1 plus root of x plus 1 the whole square plus 1 square. ശരി. plus c വേറെന്തെങ്കിലും ചെയ്യും? ബൈ 1 ഇല്ലേ? ബൈ 1 ഉണ്ട്. ബൈ 1 ആയതുകൊണ്ട് അതിനകത്ത് വ്യത്യാസം വരില്ല. നമ്മള് സ്വാലിഹ സിക്ക് മുമ്പ് 1 പറഞ്ഞു കേട്ടോ. നിങ്ങൾ എല്ലാവരും കേട്ടോ, എല്ലാവരും സിയോടെ കഴിഞ്ഞിട്ടാണ് ഡിവൈഡ് ചെയ്യണ കാര്യം പറയണത്. സിയോടെ കഴിഞ്ഞിട്ടല്ല കേട്ടോ. ആ ഡിവൈഡ് ചെയ്തതിന് ശേഷമാണ് എന്ത് കൊടുക്കേണ്ടത്? സി കൊടുക്കേണ്ടത്. സി അവസാനം ചുമ്മാ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. അത് ആ ഡിവിഷൻ അല്ലെങ്കിൽ ആ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, ആ പ്രോസസ് എല്ലാം കഴിഞ്ഞിട്ടാണ് പ്ലസ് സി വരേണ്ടത്. ഇവിടെ എക്സിന് പകരം എക്സ് പ്ലസ് 1 ആണ്. എക്സിന് പകരം എക്സ് പ്ലസ് 1 ആകുമ്പോൾ എക്സ് പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എക്സ് പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ ഇപ്പൊ 2x പ്ലസ് 1 ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 2 വരും. എക്സ് പ്ലസ് 1 ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 1 ആണ് വരുന്നത്. അതിന് മാറ്റം ഒന്നും സംഭവിക്കാൻ പോണില്ല കേട്ടോ. ഒന്നുകൂടെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയേക്കാം. ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ്, ഈ ബ്രാക്കറ്റ് കഴിക്കണ ക്വസ്റ്റ്യൻ തന്നെയാട്ടോ. ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇങ്ങനെ എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 തന്നെയാണ് ഇത്. ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ അറേഞ്ച് ചെയ്ത് സ്ക്വയർ ഒക്കെ ആക്കി മാറ്റിയതല്ലേ ഇത്. ആ ക്വസ്റ്റ്യനെ സ്ക്വയർ ആക്കി മാറ്റിയതാണ്. അപ്പൊ തിരിച്ച ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചേക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 പ്ലസ് സി.
Question number 11. One by 9x square plus 6x plus 5 dx. 1 by ഇതിനെ എങ്ങനെ മാറ്റാം? 9x square plus 6x plus 5. ആദ്യത്തെ ടേം എന്തായിരിക്കും? ഈ 9x സ്ക്വയറിന്റെ അല്ലേ? അതിനെ കണ്ടുപിടിക്കണേ. ആദ്യത്തെ ടേം 9x സ്ക്വയറിന്റെ റൂട്ട് എന്ത് വരും? 3x ആയിരിക്കും അല്ലേ? ആദ്യത്തെ ടേം 3x ആണ്. 3x 3x ന്റെ സ്ക്വയർ 9x സ്ക്വയർ. അടുത്ത 2ab ടേം ആട്ടോ പിള്ളേരെ 6x. ഈ 2ab എന്ന് വരുന്ന ടേം ആണ് 6x. ഈ രണ്ടാമത്തെ ടേം. അത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. കോൺസ്റ്റന്റിന് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. കോൺസ്റ്റന്റ് നമുക്ക് അവസാനം കൂട്ടിയാണെങ്കിൽ ഒരുമിക്കാം, അല്ലെങ്കിൽ കുറച്ചൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റും. കോൺസ്റ്റന്റിനെ കൂട്ടിയും കുറച്ചും ഒക്കെ ബാലൻസ് ചെയ്ത് എഴുതാം. ആ എക്സ് സ്ക്വയറിന്റെ ടേമും എക്സിന്റെ ടേമും കറക്റ്റ് ആക്കണം. എക്സ് സ്ക്വയറും എക്സും കറക്റ്റ് ആക്കണം. കോൺസ്റ്റന്റ് ഇപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിൽ 2 ആയിരുന്നു, അപ്പൊ ഒരു +1 സ്ക്വയർ എന്ന് കൊടുത്ത് ശരിയാക്കി. അതുപോലെ കോൺസ്റ്റന്റ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ 2ab ടേം ആണ് നമ്മുടെ 6x. ഈ a 3x അല്ലേ? 2 × 3x × b ആണ് 6x. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? കണ്ടുപിടിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ എന്താ റൂട്ട് 9x സ്ക്വയറിന്റെ റൂട്ട് 3x എടുത്തു. പിന്നെ അടുത്ത് 2ab ടൈം കിട്ടണം. അതാണ് ഈ രണ്ടാമത്തെ ടൈം. 2ab ടൈം 6x. a 3x ആണ്. അപ്പോൾ ഇവിടെ 6x × b ആണ് 6x. അപ്പൊ b എന്ത് വരും? എന്താ b? 1 അല്ലേ? 1. b = 1 ആണ് കേട്ടോ. 3x + 1 the whole square. 3x + 1 the whole square എന്ത് വരും നോക്കിയേ? 9x സ്ക്വയർ. അടുത്ത ടൈം 2 × 3x × 1 6x പ്ലസ് 1 കിട്ടും അല്ലെ? +1 കിട്ടും. നമുക്കിവിടെ എന്താ ഉള്ളത്? +5 അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം ഇനി? 2 സ്ക്വയർ ആഡ് ചെയ്യണം. ഒരു 2 സ്ക്വയറോടെ ആഡ് ചെയ്യണം. +2 സ്ക്വയർ. +1 ആണ് കിട്ടുന്നത്, അതുകൊണ്ട് ഒരു 2 സ്ക്വയർ ആഡ് ചെയ്യും. താഴെ 3x + 1 the whole square +2 square dx. ഈ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? അത് പഠിക്കണം കേട്ടോ. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തതിനകത്ത് ആദ്യത്തെ ടൈം ഫസ്റ്റ് ടൈമിന്റെ റൂട്ട് എടുക്കുക. ആദ്യത്തെ ടൈം ഇവിടെ 9x സ്ക്വയർ ആണ്. 9x സ്ക്വയർ ആയതുകൊണ്ട് 3x. പിന്നെ അടുത്ത കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ രണ്ടാമത്തെ ടൈം 2ab ടൈം ആണ്. രണ്ടാമത്തെ എക്സിന്റെ ടൈം ഇവിടെ 6x. 2ab 6x. 2 × a അറിയാം 3x. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ b കിട്ടും. അപ്പൊ നമുക്കറിയാവുന്ന ഫോർമുല ആയിട്ടുണ്ടല്ലോ 1/x² + a². എന്താണ് 1/x² + a²? 1/x² + a². എന്താ ഷഹന 1/x² + a²? 1/tan inverse x by a plus c. 1/a. അപ്പൊ ഇവിടെ എന്തൊരു 1/2. 1/2. Tan inverse 3x + 1/2 x by a. 1/a tan inverse x by a plus c. തീർന്നോ? 3/3 ഉണ്ട്. അതോടെ കഴിഞ്ഞിട്ട് സി പറയാമുള്ളൂ നീ കേട്ടോ. അതോടെ കഴിഞ്ഞിട്ട് സി പറയാമുള്ളൂ. ഇവിടെ എക്സിന് പകരം 3x + 1 അല്ലേ പിള്ളേരെ? എക്സിന് പകരം 3x + 1 ആണ്. അപ്പൊ 3x + 1ന്റെ ഡെറിവേറ്റീവ് 3. ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു 1/3 വരും പ്ലസ് സി. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? അത് തെറ്റിക്കണവർ എന്ത് ചെയ്തോളണം? എന്താ വേണ്ടേ? തെറ്റിക്കുന്നവരോട് എന്ത് ചെയ്യാനാ പറഞ്ഞേക്കണത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളണം? ഈ 3x + 1ന് t എന്ന് കൊടുത്തോളണം.
കേട്ടോ. ഇത് എടുക്കാൻ മറന്നു പോകുന്നുണ്ടെങ്കിൽ 3x + 1 t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്തോളണം. അപ്പോൾ 1/6 tan inverse 3x + 1/2 + c. ബാക്കി അടുത്ത ക്ലാസ്സിൽ കേട്ടോ. അപ്പൊ നമ്മളൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഇന്ന് ചെയ്യണം കേട്ടോ, ഇന്നിരുന്ന് ചെയ്യണം, ഇന്ന് ചെയ്ത് പഠിക്കണം. പഠിക്കാതെ വരരുത്. പഠിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ആ ഫീഡ്ബാക്ക് ഫിൽ ചെയ്തിട്ട് പോകണം കേട്ടോ. ഫീഡ്ബാക്ക് ഫിൽ ചെയ്തിട്ട് പോകാനായിട്ട്. പഠിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഇതൊന്നും നമുക്ക് ആദ്യം മുതൽ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത് ഈ നിർത്തിയിടത്തുനിന്നേ ഞാൻ തുടങ്ങുള്ളൂ കേട്ടോ. നിർത്തിയിടത്തുനിന്നേ തുടങ്ങുള്ളൂ. പഠിച്ചിട്ട് വരിക. ഓക്കെ, താങ്ക് യു. Thank you, sir. ഓക്കെ, Thank you, sir. ഓക്കെ, Thank you, sir. ഓക്കെ, വെൽക്കം. Thank you, sir.